ഡിഡക്ഷൻസ് കംപ്ലീറ്റ് പറഞ്ഞതല്ലേ? ഒന്ന് പറയോ? ഞാൻ എനിക്ക് ഓർമ്മയില്ല. പറഞ്ഞതാ. യെസ്, ഡിഡക്ഷൻസ് കംപ്ലീറ്റ് പറഞ്ഞു. 2 പ്രോബ്ലംസും ചെയ്തതല്ലേ ഈ പ്രോബ്ലം? ചെയ്തതാ. യെസ്, ഓക്കെ. ഇനി ഇൻകം ഫ്രം സാലറി തന്നെയാണ്. ഇൻകം ഫ്രം സാലറിയിൽ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, അതിൽ നമുക്കറിയാം ഇൻകം ഫ്രം സാലറിയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ബേസിക് സാലറി, ബോണസ്, കമ്മീഷൻ, അതുപോലെ തന്നെ ഈ പറയുന്ന അലവൻസുകൾ, ടാക്സബിൾ ആയിട്ടുള്ള അലവൻസുകൾ, ദെൻ പിന്നെ നമ്മളുടെ പെർക്വിസിറ്റുകൾ, ടാക്സബിൾ പെർക്വിസിറ്റുകളുണ്ട്. ഇതെല്ലാം പാടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യും? ഈ ഡിഡക്ഷൻസ് മൈനസ് ചെയ്തിട്ട് നമുക്ക് അവിടെ നെറ്റ് ടോട്ടൽ ഇൻകം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അതിന് പുറമെ ഈ പറയുന്ന റിട്ടയർമെന്റിന് ശേഷം എംപ്ലോയർ എംപ്ലോയീസിന് കൊടുക്കുന്ന ഒരുപാട് രീതിയിലുള്ള ബെനിഫിറ്റുകളുണ്ട് റിട്ടയർമെന്റുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലേ? അതും ഈ പറയുന്ന ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന ഹെഡിലാണ് ടാക്സ് ചെയ്യപ്പെടുക. കാരണം നമുക്കറിയാം സാലറി എന്ന് പറയുന്ന ഹെഡിൽ ഒരു ഇൻകം ടാക്സ് ചെയ്യപ്പെടണമെങ്കിൽ പ്രധാനമായിട്ടും ഉള്ള ക്രൈറ്റീരിയ എന്താ അറിയാലോ, അല്ലേ? എന്താണ്? there is must a relationship between employer and employee ആണ്. then ആ ഇൻകം ഈ പറയുന്ന എംപ്ലോയർ റിലേഷൻഷിപ്പിന്റെ ഭാഗമായിട്ട് എംപ്ലോയിക്ക് എന്തെങ്കിലും സർവീസ് പ്രൊവൈഡ് ചെയ്തതിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന ഒരു, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് എംപ്ലോയിക്ക് കിട്ടുന്ന ഒരു ഇൻകം ആണെങ്കിൽ അത് നമ്മൾ ഈ പറയുന്ന സാലറി എന്ന് പറയുന്ന ഹെഡിലാണ് ടാക്സ് ചെയ്യപ്പെടുക. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ കുറേ സംഭവങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഗ്രാറ്റുവിറ്റി, കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ ഉണ്ട്, ലീവ് എൻകാഷ്മെന്റ് ഉണ്ട്, അതുപോലെ റിട്രീറ്റ്മെന്റ് കോമ്പൻസേഷൻ ഉണ്ട്, കോമ്പൻസേഷൻ ഓൺ വോളണ്ടറി റിട്ടയർമെന്റ്, VRS എന്ന് പറയും. ഓക്കെ, ഇങ്ങനെ 5 രീതിയിലുള്ള പ്രധാനപ്പെട്ട റിട്ടയർമെന്റ് ബെനിഫിറ്റുകളാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ പറയുന്ന റിട്ടയർമെന്റ് ബെനിഫിറ്റുകളൊക്കെ അണ്ടർ ദ ഹെഡ് സാലറിയിൽ ടാക്സ് ചെയ്യപ്പെടും. ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. Okay. On retirement, an employee normally receives certain retirement benefits. Okay, such benefits are taxable under the head salaries. നമ്മൾ ഈ പറയുന്ന സാലറി എന്ന് പറയുന്ന ഹെഡിലാണ് ഈ പറയുന്ന റിട്ടയർമെന്റ് ബെനിഫിറ്റുകളൊക്കെ ടാക്സ് ചെയ്യപ്പെടുക. നമുക്കറിയാം നമ്മളുടെ ഒരു ഇൻഡിവിജ്വലിന്, ഒരു പേഴ്സണ് കിട്ടുന്ന ഇൻകംസ് പ്രധാനമായിട്ടും 5 കാറ്റഗറിയിൽ, 5 ഹെഡ്സിലാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യാറുള്ളത്. പ്രധാനമായിട്ടും ഇൻകം ഫ്രം സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ഓഫ് പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, അതർ റിസോഴ്സ്, ഇങ്ങനെ 5 ഹെഡ്സ് ഉണ്ട്, അല്ലേ? ഈ റിട്ടയർമെന്റിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന ഇൻകംസ്, ദാറ്റ് മീൻസ് ഈ പറയുന്ന ഈ 5 ഐറ്റംസ് ഈ പറയുന്ന ഹെഡിൽ, നമ്മുടെ ഈ സാലറി എന്ന് പറയുന്ന ഹെഡിൽ തന്നെയാണ് ടാക്സ് ചെയ്യപ്പെടുക. അതിനുള്ള റീസൺ ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് കൊടുക്കുന്നത് ആരാ? എംപ്ലോയർ ആണ്, റിസീവ് ചെയ്യുന്ന എംപ്ലോയി ആണ്. ദെൻ ഈ ജോബിന്റെ ഭാഗമായിട്ട്. ഓക്കെ, however, in respect of some of them, exceptions from tax is granted under section 10 ആണ്. നമ്മുടെ ഡിഡക്ഷൻസ്, നമ്മുടെ എക്സംപ്റ്റഡ് ഇൻകത്തിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 10. ഈ സെക്ഷൻ 10ൽ ഈ പറയുന്ന റിട്ടയർമെന്റ് ബെനിഫിറ്റുകൾക്ക് കുറച്ച് എക്സെപ്ഷൻസ് പറയുന്നുണ്ട്, എക്സെപ്ഷൻ പറയുന്നുണ്ട്, കുറച്ച് ഇളവുകൾ ടാക്സ് കൊടുക്കണ്ട. ഓക്കെ, ദെൻ അതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ചിലത് ഹോൾലി എക്സെപ്റ്റഡ് ആയിരിക്കും, ചിലത് പാർട്ട്ലി എക്സെപ്റ്റഡ് ആയിരിക്കും. അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഈ റിട്ടയർമെന്റിന് ശേഷം അല്ലെങ്കിൽ റിട്ടയർമെന്റിന്റെ ഭാഗമായിട്ട് എംപ്ലോയർ എംപ്ലോയീസിന് കൊടുക്കുന്ന പ്രധാനപ്പെട്ട പേയ്മെന്റുകളാണ്. ഒന്ന് ഗ്രാറ്റുവിറ്റി എന്ന് പറയും. ഓക്കെ, അതുപോലെ കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ ഉണ്ട്, അതുപോലെ ലീവ് എൻകാഷ്മെന്റ് ഉണ്ട്, റിട്രീറ്റ്മെന്റ് കോമ്പൻസേഷൻ ഉണ്ട്, കോമ്പൻസേഷൻ ഓൺ വോളണ്ടറി റിട്ടയർമെന്റ് ഉണ്ട്, VRS എന്ന് പറയും. ഈ ടേമുകളെ കുറിച്ചൊക്കെ അറിയോ? എന്താണ് ഗ്രാറ്റുവിറ്റി എന്നുള്ളതൊക്കെ? ഗ്രാറ്റുവിറ്റി ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട് കേട്ടോ. കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലേ? കമ്മ്യൂട്ടേഷൻ ഒരു പുതിയ വേർഡ് ആയിരിക്കും. പിന്നെ ലീവ് എൻകാഷ്മെന്റ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ ഗവൺമെന്റ് എംപ്ലോയീസിനൊക്കെ 30 ദിവസം ലീവ് ഉണ്ട് ഒരു വർഷത്തിൽ. ആ ലീവ് അവർ എടുത്തിട്ടില്ലെങ്കിൽ, അവെയിൽ ചെയ്തിട്ടില്ലെങ്കിൽ, ആ 30 ദിവസത്തിന് എക്സ്ട്രാ ഒരു ലീവ് എടുക്കാത്ത ദിവസങ്ങൾക്ക് എന്ത് ചെയ്യും? എക്സ്ട്രാ പേയ്മെന്റ് അവർക്ക് കിട്ടും. അതാണ് ലീവ് എൻകാഷ്മെന്റ് എന്ന് പറയും.
അത് അവർക്ക് എന്ത് ചെയ്യും ലാസ്റ്റ് വേണമെങ്കിൽ ഡ്യൂറിങ് ദ സർവീസിൽ അവർക്ക് എൻക്യാഷ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അവർക്ക് റിട്ടയർമെന്റിന്റെ സമയത്ത് ഒരു വലിയ എമൗണ്ട് ആയിട്ട് അവർ ലീവ് ഒന്നും അധികം എടുത്തിട്ടില്ലെങ്കിൽ ലീവ് എടുക്കാതെ വർക്ക് ചെയ്തൊരു എംപ്ലോയി ആണെങ്കിൽ അതൊരു ഹ്യൂജ് എമൗണ്ട് അവിടെ അവർക്ക് ഉണ്ടാവും, അത് കിട്ടും. ഓക്കെ. റിട്രേസ്മെന്റ് കോമ്പൻസേഷൻ ചില സ്ഥാപനങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, എംപ്ലോയീസിനെ കുറക്കുന്ന ഭാഗമായിട്ടൊക്കെ എന്ത് ചെയ്യാറുണ്ട്, എംപ്ലോയീസിനെ പിരിച്ചു വിടാറുണ്ട്. ഓക്കെ. ആ സമയത്ത് ഈ പറയുന്ന എംപ്ലോയീസിന് വല്ല കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും അല്ലേ, അവരുടെ ജോലിയിൽ നിന്ന് അവരെ പിരിച്ചു വിടുകയാണ്. ഇപ്പോൾ മൈക്രോസോഫ്റ്റ് പോലുള്ള വലിയ കമ്പനീസൊക്കെ ഈ IT ഭീമന്മാരെയൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെയുള്ള പിരിച്ചുവിടുകൾ ചിലപ്പോൾ ചെയ്യാറുണ്ട് അവരുടെ ഫിനാൻഷ്യൽ ക്രൈസിസ് അവർക്ക് കുറക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് തക്കതായിട്ടുള്ളൊരു പ്രതിഫലം അവരെ കൊടുത്തിട്ടാണ് ഈ പറയുന്ന എംപ്ലോയീസിനെ പിരിച്ചുവിടുക. അങ്ങനെ കൊടുക്കുന്നതാണ് റിട്രേസ്മെന്റ് കോമ്പൻസേഷൻ എന്ന് പറയും. പിന്നെ സ്വയം വോളണ്ടറിലി റിട്ടയർ ചെയ്യുക. അപ്പോൾ നമ്മളുടെ BSNLിലൊക്കെ, നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു കമ്പനിയാണ് BSNL. ആ BSNL അല്ലെ എംപ്ലോയീസിന് ഇപ്പോൾ കുറച്ച് മുമ്പ് ഒരു ഓപ്ഷൻ കൊടുത്തിരുന്നു, വേണമെങ്കിൽ എന്ത് ചെയ്യാം അവർക്ക് സ്വയം റിട്ടയർ ചെയ്യാം. അപ്പോൾ അവരുടെ യഥാർത്ഥ റിട്ടയർമെന്റ് ഏജിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവർക്ക് എന്ത് ചെയ്യാം, പിരിഞ്ഞു പോവാം. ആ പിരിഞ്ഞു പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരു കോമ്പൻസേഷൻ ഈ പറയുന്ന കമ്പനികൾ ആരാണോ അവരുടെ എംപ്ലോയർ അവർ കൊടുക്കാറുണ്ട്. അതാണ് കോമ്പൻസേഷൻ ഓൺ വോളണ്ടറി റിട്ടയർമെന്റ്. ഓക്കെ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട റിട്ടയർമെന്റ് ബെനിഫിറ്റ്സുകൾ. ഇത് കിട്ടിയാൽ ഏത് ഹെഡിലാണ് ടാക്സ് ചെയ്യപ്പെടുക, സാലറി എന്ന് പറയുന്ന ഹെഡിൽ ടാക്സ് ചെയ്യപ്പെടും. ദെൻ നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷേ ഇത് ഫുൾ എമൗണ്ടും എന്തില്ല, ടാക്സബിൾ അല്ല, കുറച്ചോ അല്ലെങ്കിൽ മൊത്തമായിട്ട് ചിലത് എക്സംഷൻസ് പറയുന്നുണ്ട്. ഓക്കെ. ഇതിൽ ഫസ്റ്റ് വൺ ഗ്രാറ്റുറ്റി ആണ്. സെക്ഷൻ 10 സബ്സെക്ഷൻ 10ലാണ് ഗ്രാറ്റുറ്റിയെ കുറിച്ച് എക്സംഷൻസ് പറയുന്നത്. ഇവിടെ സെക്ഷൻ 10 എന്നാ പറഞ്ഞത്, സെക്ഷൻ 10 റിലേറ്റിംഗ് ടു എക്സംഷൻസ് ആണ്. Then നമുക്ക് നോക്കാം. Gratuity is a retirement benefit given by employer to the employee in consideration of past service ആണ്. ഗ്രാറ്റിറ്റസ് ആണ്, ഒരു നന്ദി അറിയിക്കുന്ന രൂപത്തിലുള്ള ഒരു എമൗണ്ട് എംപ്ലോയിക്ക് കൊടുക്കുകയാണ് റിട്ടയർമെന്റിന്റെ ഭാഗമായിട്ട്. ഇയാൾ അത്രയും കാലം അവിടെ പാസ്റ്റ് സർവീസസ് ചെയ്ത കാരണത്താൽ എംപ്ലോയിക്ക് കൊടുക്കുന്ന ഒരു എമൗണ്ട് ആണ് ആക്ച്വലി ഗ്രാറ്റുറ്റി എന്ന് പറയും. ഗ്രാറ്റുറ്റി ഈസ് എ റിട്ടയർമെന്റ് ബെനിഫിറ്റ് given by the employer to the employee. എന്തിന്റെ ഭാഗമായിട്ട്, കൺസിഡറേഷൻ ഓഫ് പാസ്റ്റ് സർവീസ്, അത്രയും കാലം ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തതിന് ഒരു നന്ദിയായിട്ട് അല്ലെങ്കിൽ അതിനൊരു എന്താ പറയാ ഒരു സന്തോഷ രൂപമായിട്ട് ഈ എംപ്ലോയിക്ക് കൊടുക്കുന്ന ഒരു എമൗണ്ട് ആണ് ആക്ച്വലി ഗ്രാറ്റുറ്റി എന്ന് പറയും. ഓക്കെ. ഇറ്റ് ഈസ് എ ലംസം എമൗണ്ട് ആണ്. നോട്ട് ചെയ്യാം, നമ്മൾ പെൻഷൻ പോലെ ഗഡുക്കളായിട്ടുള്ള ഈ ഒരു ഗ്രാറ്റുറ്റി കിട്ടുക, ഇത് ലംസം എമൗണ്ട് ആയിട്ടാണ് കിട്ടുക, മൊത്തമായിട്ടാണ് എംപ്ലോയിക്ക് ഒരു എമൗണ്ട് കൊടുക്കുക. ലംസം എമൗണ്ട് ആൻഡ് എംപ്ലോയി ഗെറ്റ് വെൻ ഹി റിട്ടയേഴ്സ്. ചിലപ്പോൾ റിട്ടയർ ചെയ്യുന്ന സമയത്തായിരിക്കും മൊത്തമായിട്ട് കിട്ടുക, അല്ലെങ്കിൽ റിസൈൻ ചെയ്ത് പോവാണ്. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ 5 വർഷം വർക്ക് ചെയ്തിട്ട് അയാൾ ആ സ്ഥാപനത്തിൽ നിന്ന് റിസൈൻ ചെയ്ത് പോവുകയാണെങ്കിൽ അപ്പോൾ കിട്ടും. ഓക്കെ. ഡൈസ്, അയാൾ ഒരു എംപ്ലോയർ 5 വർഷം വർക്ക് ചെയ്തിട്ട് അയാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ, ഡ്യൂറിംഗ് ദ സർവീസിന്റെ ഇടയ്ക്ക് തന്നെ അയാൾ മരിച്ചു പോയി കഴിഞ്ഞാലും അയാൾ കിട്ടും. അല്ലെങ്കിൽ ബിക്കംസ് ഡിസേബിൾഡ് ഡ്യൂ ടു ആക്സിഡന്റ് ഓർ ഡിസീസ്. ഓക്കെ. ഈ പറയുന്ന ഡിസീസ് കാരണത്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് കാരണത്താൽ ഇയാൾക്ക് പിന്നീട് വർക്കിന് പോകാൻ പറ്റാത്ത രൂപത്തിലോട്ട് അയാൾ ഡിസേബിൾഡ് ആയി കഴിഞ്ഞാലും ഈ പറയുന്ന എമൗണ്ട് കിട്ടും. അവിടെ പറയുന്നുണ്ട് പ്രൊവൈഡഡ് ഹി ഹാഡ് വർക്ക്ഡ് ഫോർ അറ്റ്ലീസ്റ്റ് 5 കണ്ടിന്യൂസ് ഇയേഴ്സ് ആണ്. ഇയാൾ 5 വർഷം അവിടെ ഈ ഒരു എംപ്ലോയിയുടെ കീഴിൽ ഈ ഒരു എംപ്ലോയി വർക്ക് ചെയ്യണം. എന്നിട്ടാണ് ഇയാൾ റിട്ടയർ ചെയ്യുന്നതോ റിസൈൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ മരിച്ചു പോകുന്നതോ അല്ലെങ്കിൽ ഇയാൾ ഡിസേബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറുകയോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എംപ്ലോയിക്ക് എന്ത് ചെയ്യണം, ഈ പറയുന്ന ഗ്രാറ്റുറ്റി എന്ന് പറയുന്ന ഒരു ലംസം എമൗണ്ട് എംപ്ലോയിക്ക് കൊടുത്തിരിക്കണം. അതാണ് ഗ്രാറ്റുറ്റി എന്ന് പറയുന്നത്. ഓക്കെ. ഈ ഗ്രാറ്റുറ്റി ഒരു എംപ്ലോയിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതെന്താണ്, അത് ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന ഹെഡിൽ ടാക്സ് ചെയ്യപ്പെടും. പക്ഷേ അതിന് കുറച്ച് എക്സംഷൻസ് പറയുന്നുണ്ട്. ഓക്കെ. അതിൽ ഫസ്റ്റ് വൺ, ഗവൺമെന്റ് എംപ്ലോയിക്കാണ് ഈ പറയുന്ന ഈ ഒരു ഗ്രാറ്റുറ്റി എമൗണ്ട് കിട്ടണമെങ്കിൽ അത് ഫുൾ എമൗണ്ട് എന്താണ്, എക്സെപ്റ്റഡ് ആണ്, ഫുള്ളി എക്സെപ്റ്റഡ് ആണ്. ഗവൺമെന്റ് എംപ്ലോയീസ് റിട്ടയർ ചെയ്യാണ്, അവരുടെ ഇപ്പോൾ 58 അല്ലെങ്കിൽ 60 വയസ്സായി കഴിഞ്ഞാൽ അവർ റിട്ടയർ ചെയ്യും. റിട്ടയർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അവർക്ക് ഈ ഗ്രാറ്റുറ്റി എന്ന് പറയുന്ന എമൗണ്ട് കിട്ടും. ഒരു ഹ്യൂജ് എമൗണ്ട് ഉണ്ടാവും അത്. ഓക്കെ. അത് കിട്ടിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് എംപ്ലോയീസിന് അത് ഫുള്ളി എക്സെപ്റ്റഡ് ആണ്, അത് ടാക്സബിൾ അല്ല, ഹോളി എക്സെപ്റ്റഡ് ആണ്. ഓക്കെ.
ഇനി നോൺ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കേസിൽ ഇപ്പോൾ പ്രൈവറ്റ് കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിലും ഗ്രാറ്റുവിറ്റി ഈ എംപ്ലോയീസിന്റെ ഒരു അവകാശം കൂടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു സ്ഥാപനത്തിൽ ഒരു കമ്പനിയിലൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുകയാണ്, ഒരു 5 വർഷത്തോളം നിങ്ങൾ വർക്ക് ചെയ്തിട്ട് നിങ്ങൾ അവിടുന്ന് റിട്ടയർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അവിടുന്ന് റിസൈൻ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ എംപ്ലോയറോട് ആവശ്യപ്പെടാം, ഞാനിവിടെ എത്ര കാലം വർക്ക് ചെയ്തിട്ടുണ്ട്, സോ അതുകൊണ്ട് എനിക്ക് ഗ്രാറ്റുവിറ്റി വേണമെന്ന് നിങ്ങൾക്ക് ആവശ്യപ്പെടാം. ഓക്കെ, അത് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലേബർ കോർട്ടിൽ നിങ്ങൾക്ക് പോയിട്ട് കേസ് കൊടുക്കാം. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് 5 വർഷം സാലറി വന്ന സ്റ്റേറ്റ്മെന്റ് കൊണ്ടുപോയി കാണിച്ചാൽ മതി, അത് മതിയാവും. മനസ്സിലായോ? സോ ഇവിടെ നോൺ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കേസിൽ എക്സംഷൻസ് ആണ് ഈ പറയുന്നത്. അതിൽ 2 കാര്യമാണുള്ളത്. ഈ നോൺ ഗവൺമെന്റ് എംപ്ലോയീസിനെ 2 കാറ്റഗറി ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. അതിലൊന്ന് കവേർഡ് ബൈ ദ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ആണ്. ഈ പറയുന്ന ഗ്രാറ്റുവിറ്റി ആക്ടിന്റെ അണ്ടറിൽ വരുന്ന എംപ്ലോയീസ് ആണെങ്കിൽ, ഈ ഒരു നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണ്, ദെൻ അയാൾ ഈ പറയുന്ന കവേർഡ് ബൈ ദ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 1972 ഗ്രാറ്റുവിറ്റി ആക്ട് പ്രകാരമുള്ള ഒരു ഗ്രാറ്റുവിറ്റിയിൽ കവർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുന്ന ഒരു എംപ്ലോയി ആണെങ്കിൽ, ഓക്കെ, അവർക്ക് കിട്ടുന്ന എക്സംഷൻസ് എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളുണ്ട്. അത് 3 കമ്പയർ ചെയ്യുക. അതിലെ ലീസ്റ്റ് എമൗണ്ട് എന്താണ്, എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ 15 days സാലറി. ഓക്കെ, 15 days സാലറി into completed year of okay, 1 second, 15 days salary, 1 second, ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഓക്കെ, കാണാൻ പറ്റുന്നില്ലേ? അപ്പോൾ ഇവിടെ ഫസ്റ്റ് കേസ് നോക്കാം. നമ്മളിവിടെ എക്സംപ്റ്റഡ് എമൗണ്ട് കാണാൻ ഈ പറയുന്ന 3 എണ്ണത്തിൽ കമ്പയർ ചെയ്തിട്ട് അതിലെ ലീസ്റ്റ് എമൗണ്ട് ആണ് നമുക്ക് ഇവിടെ ഈ പറയുന്ന ഈ നോൺ ഗവൺമെന്റ് എംപ്ലോയീസിന് കിട്ടുന്ന ഈ കവേർഡ് ബൈ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടിന്റെ അണ്ടറിൽ വരുന്ന എംപ്ലോയീസിന് കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ 3 എണ്ണത്തിൽ കമ്പയർ ചെയ്തിട്ട് അതിലെ ലീസ്റ്റ് എമൗണ്ട്. ഓക്കെ, അതിലൊന്നാമത്തത് 15 days സാലറി ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ആണ്. ഓക്കെ, അതായത് ഇയാളുടെ 15 ദിവസത്തെ സാലറി, 15 days സാലറി, ഹാഫ് മന്ത് സാലറി, ഓക്കെ, ഇൻറ്റു ചെയ്യുക എന്തുമായിട്ട്, കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസുമായിട്ട്. ഇയാൾ എത്ര വർഷമാണോ അവിടെ വർക്ക് ചെയ്തത്, ദെൻ ആ വർഷവുമായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ എമൗണ്ട് കിട്ടും. ഓക്കെ, അവിടെ ഈ 15 days സാലറി എന്ന് പറഞ്ഞാൽ ഇയാൾ ലാസ്റ്റ് വാങ്ങിയ മന്ത്ലി സാലറിയെ എന്ത് ചെയ്യുക, 15 divided by 26 ചെയ്യുക. അപ്പോഴാണ് ഈ 15 days സാലറി കിട്ടുക കേട്ടോ. സാധാരണ നമുക്കൊരു മാസത്തിൽ 30 ദിവസമാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് ലാസ്റ്റ് വാങ്ങിയത് ഇയാൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അയാൾ റിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരാളുടെ സാലറി എന്ന് പറഞ്ഞാൽ മന്ത്ലി സാലറി 20,000 ആണെങ്കിൽ നമ്മൾ അവിടെ എന്താ ചെയ്യുക, ഹാഫ് മന്ത് സാലറി അല്ലെങ്കിൽ 15 days സാലറി കാണാൻ ചെയ്താൽ മതി. 20,000 ഇൻറ്റു 15/30 ആണ് ചെയ്യുക. 30 ദിവസമാണ് ഒരു മാസത്തിലുണ്ടാവുക, 15/30 ചെയ്യുക. അപ്പോഴാണ് നമുക്ക് 15 days സാലറി കിട്ടുക. ഇവിടെ 15 days സാലറി എന്ന് പറഞ്ഞാൽ ആ കിട്ടിയ 20,000 ഇൻറ്റു 15/26 ആണ് ചെയ്യേണ്ടത്. അപ്പം നമുക്കൊരു ഫിഗർ കിട്ടും.
അത് ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. അയാൾ എത്ര വർഷമാണോ അവിടെ വർക്ക് ചെയ്തത് ആ ദിവസവും അല്ലെങ്കിൽ ആ വർഷവുമായിട്ട് ഇൻഡ്യൂസ് ചെയ്യാം. ഇപ്പം ഒരു എക്സാമ്പിൾ, 4 വർഷം, ഇപ്പോൾ 10 വർഷവും 6 മാസമാണ് ഇയാൾ വർക്ക് ചെയ്തത് അസ്യൂം ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതായത് 10 വർഷവും 6 മാസവും വർക്ക് ചെയ്തെങ്കിൽ 11 വർഷമായിട്ടാണ് എടുക്കേണ്ടത്. മനസ്സിലായല്ലോ? അതായത് ഒരാൾ 6 മന്ത് വരികയാണെങ്കിൽ 6 മന്ത് അല്ലെങ്കിൽ അതിൻ്റെ എബോ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെ ഒരു ഇയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. 6 മന്ത് ആൻഡ് എബോ കൺസിഡേർഡ് ആസ് എ ഇയർ ആണ്. ഇപ്പോൾ 5 വർഷവും 4 മാസമാണെങ്കിൽ അത് 5 വർഷം തന്നെ, 5 വർഷവും 6 മാസമാണെങ്കിൽ അതിന് 6 വർഷമായിട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ ഒരു ഫിഗർ കിട്ടും നമുക്ക്. ഇനി രണ്ടാമത്തേത് പറഞ്ഞാൽ 20 lakhs ആണ്. ഓക്കെ, മാക്സിമം കിട്ടുന്നത് മാക്സിമം ലിമിറ്റ് ആട്ടോ. ഗ്രാറ്റുറ്റിയിൽ മാക്സിമം കിട്ടുന്ന എക്സംഷൻ ലിമിറ്റ് ആണ് എത്രയാ? 20 lakh എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ചോദ്യം വരും, മൾട്ടിപ്പിൾ ചോയ്സ് MCQ ക്വസ്റ്റ്യൻ ഒക്കെ, അതിലൊക്കെ മേ ബി ചോദിച്ചേക്കാം എത്രയാണ് ഗ്രാറ്റുറ്റിയുടെ മാക്സിമം ലിമിറ്റ് എന്നൊക്കെ. ഈ 20 lakh ആണ് ഗ്രാറ്റുറ്റിയുടെ മാക്സിമം ലിമിറ്റ് ഓഫ് എക്സംഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം ആക്ച്വൽ ഗ്രാറ്റുറ്റി റിസീവ്ഡ് എത്രയാണെന്നുള്ളതാണ്. ആക്ച്വലി എംപ്ലോയിക്ക് എത്രയാണ് ഗ്രാറ്റുറ്റി റിസീവ് ചെയ്തിട്ടുള്ളത്, ഈ പറയുന്ന 3 കാര്യങ്ങൾ കമ്പയർ ചെയ്യുക. അതിലെ ലീസ്റ്റ് എമൗണ്ട് ആയിരിക്കുന്നത് ഈ പറയുന്ന എക്സംപ്റ്റഡ് എമൗണ്ട് എന്ന് പറയുന്നത്. എക്സംപ്റ്റഡ് എമൗണ്ട് മനസ്സിലായോ? ഇവിടെ സാലറി നമ്മൾ ലാസ്റ്റ് മന്ത് സാലറി ഇൻറ്റു 15/26 ഇല്ലേ, അപ്പോൾ അവിടുത്തെ സാലറിയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബേസിക് പേ വരും, ഡിയർനെസ് അലവൻസ് വരും, കമ്മീഷൻ, ടേൺ ഓവർ അച്ചീവ് ചെയ്താൽ കിട്ടുന്ന കമ്മീഷൻ വരും. ഇതാണ് ഇവിടുത്തെ സാലറി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? ഹലോ, ആരുമില്ലേ ഇവിടെ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കേസ് കഴിഞ്ഞു കേട്ടോ. നോൺ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കേസ് കവേർഡ് ബൈ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുറ്റി ആക്ടിന്റെ അണ്ടറിൽ വരുന്ന നോൺ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ എക്സംഷൻ എമൗണ്ട് ആണ് നമ്മൾ കണ്ടെത്തി വെച്ചത്. ഈ 3 കമ്പയർ ചെയ്യാം, അതിൽ ലീസ്റ്റ് ആയിരിക്കും എക്സംഷൻസ് കിട്ടുക. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. റഹീം ആൻ എംപ്ലോയി ഓഫ് ABC ലിമിറ്റഡ് ആണ്. റിസീവ് റുപ്പീസ് 2,50,000, സോറി 2,05,000 ആണ്. ചെറിയൊരു എറർ ഉണ്ട്. Limited receive 2,05,000 as gratuity under the Payment of Gratuity Act 1972. ഓക്കെ, ഇയാള് ഏകദേശം കിട്ടിയിട്ടുണ്ട് 2,05,000 രൂപ ഗ്രാറ്റുറ്റി ആയിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അയാളുടെ ഗ്രാറ്റുറ്റി അല്ലെങ്കിൽ ഈ എംപ്ലോയി എന്ന് പറയുന്നത് പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുറ്റി ആക്ട് 1972 അതിൽ കവർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കാറ്റഗറി വരുന്ന എംപ്ലോയി ആണ്. Then he retires on 10th September 2023 ആണ്. ഇയാൾ റിട്ടയർ ചെയ്യുന്നത് എന്നാ? സെപ്റ്റംബർ 10, 2023 ഇയാൾ റിട്ടയർ ചെയ്യുന്നത്. ആഫ്റ്റർ റെൻഡറിംഗ് സർവീസസ് ഫോർ 35 years and 7 months ആണ്. 35 വർഷവും 7 മാസവും വർക്ക് ചെയ്തിട്ടാണ് ഇയാൾ റിട്ടയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ഡ്രോൺ സാലറി, ഇയാൾ അവസാനം വാങ്ങിയ സാലറി എന്ന് പറയുന്നത് 2,700 പെർ മന്ത് ആണ്. 2,700 പെർ മന്ത് ആണ് ഇയാൾ ലാസ്റ്റ് വാങ്ങിയ സാലറി. ഓക്കെ, അതായത് ഇയാൾ റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പത്തെ മാസത്തെ സാലറിയാണ് ഈ പറയുന്നത് 2,700. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്, കാൽക്കുലേറ്റ് എമൗണ്ട് ഓഫ് ഗ്രാറ്റുറ്റി ചാർജബിൾ ടു ടാക്സ് ആണ്. ടാക്സ് ചെയ്യപ്പെടുന്ന ഗ്രാറ്റുറ്റി എമൗണ്ട് എത്രയാണെന്നുള്ളതാണ് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളത് അല്ലേ. എത്രയാണ് എക്സംപ്റ്റഡ് എമൗണ്ട്? ഇപ്പോൾ കിട്ടിയ എമൗണ്ട് ഓഫ് ഗ്രാറ്റുറ്റി ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് 2,05,000 ആണ് ഇയാൾക്ക് കിട്ടിയ ഗ്രാറ്റുറ്റി എമൗണ്ട്. അതിൽ നിന്നും എന്ത് ചെയ്താൽ മതി? നേരത്തെ പറഞ്ഞ 3 കമ്പയർ ചെയ്തിട്ട് അതിലെ ലീസ്റ്റ് എമൗണ്ട് ഇതിൽ നിന്നും മൈനസ് ചെയ്താൽ മതി. ചിലപ്പോൾ ഈ എമൗണ്ടിനെ വരും, കാരണം അതിലൊരു ഐറ്റം എന്താണ്? ആക്ച്വൽ ഗ്രാറ്റുറ്റി റിസീവ്ഡ് ആണ്. ഓക്കെ, ചെയ്യണോ? നിങ്ങൾ ചെയ്യണോ? അതോ ഞാനിവിടെ കാണിച്ചു തന്നാൽ മതിയോ? എന്താ വേണ്ടത്?
ചെയ്യുന്നുണ്ടോ? ചെയ്യാം. Okay. So heading കൊടുക്കുക computation of taxable gratuity of Mr. Rahim for the assessment year 24-25. Heading കൊടുക്കുക കേട്ടോ. Computation of taxable gratuity of Mr. Rahim for the assessment year 24-25. Okay. ഇനി അതിന് താഴെ ഗ്രാറ്റുറ്റി റിസീവ്ഡ് എന്ന് കൊടുക്കുക. ഗ്രാറ്റുറ്റി റിസീവ്ഡ് എന്ന് എഴുതിയിട്ട് ഔട്ടർ കോളത്തിൽ എമൗണ്ട് ചെയ്യുക. എത്ര ഗ്രാറ്റുറ്റി റിസീവ്ഡ്? 2,05,000. 2,05,000 ഔട്ടർ കോളത്തിൽ എഴുതുക കേട്ടോ. ഇനി അതിന് താഴെ ലെസ് മിനിമം ഓഫ് ദി ഫോളോയിങ് ഈസ് എക്സംപ്റ്റഡ്. മിനിമം ഓഫ് ദി ഫോളോയിങ് എക്സംപ്റ്റഡ്. ലെസ് minimum of the following exempted. Okay. എന്നിട്ട് അതിന് താഴെ എ എന്ന് കൊടുക്കുക. ഏതൊക്കെയാണ് ആ എക്സംപ്ഷൻസിന്റെ ഐറ്റംസ്? നമുക്ക് ആദ്യം എഴുതാം. എ ആക്ച്വൽ ഗ്രാറ്റുറ്റി റിസീവ്ഡ്. ആക്ച്വൽ ഗ്രാറ്റുറ്റി റിസീവ്ഡ്. ഓക്കെ. ആക്ച്വൽ ഗ്രാറ്റുറ്റി റിസീവ്ഡ് എത്ര എമൗണ്ട്? അതിന്റെ നേരത്തെ എഴുതി വെച്ചു. എത്രയാ? 2,05,000. ഓക്കെ. ഇനി രണ്ടാമത്തത് സ്റ്റാറ്റ്യൂട്ടറി എമൗണ്ട് അല്ലെങ്കിൽ മാക്സിമം ലിമിറ്റ്. എത്ര മാക്സിമം ലിമിറ്റ്? 20 lakh. 20 lakh. റൈറ്റ്. ദെൻ ഇനി മൂന്നാമത്തത് എങ്ങനെ കാണാം? ലാസ്റ്റ് ഡ്രോൺ സാലറി ഇൻറ്റു എങ്ങനെ കാണാം? 15/26 അല്ലേ? 15/26 ഇൻറ്റു ലാസ്റ്റ് ഡ്രോൺ സാലറി. ലാസ്റ്റ് ഡ്രോൺ സാലറി ഇൻറ്റു 15/26 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് അല്ലേ? ഓക്കെ. എമൗണ്ടുകളിലേക്ക് പ്ലേസ് ചെയ്തേ. ലാസ്റ്റ് ഡ്രോൺ സാലറി എത്രയാ? അവസാനം വാങ്ങിയ സാലറി 2,700. Yes, 2,700 into 15/26 into എത്ര വരിക? 35 ആണോ 36 ആണോ? 36. എന്തുകൊണ്ടാണ് 36 എടുക്കാൻ കാരണം? 6 months and above. 6 months and above is considered as a year ആണ്. ഒരു വർഷമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇയാൾ 35 വർഷവും 7 മാസമാണ് അവിടെ വർക്ക് ചെയ്തത് അല്ലേ? അതുകൊണ്ട് 36 എടുക്കാം. ഓക്കെ. അപ്പോൾ എത്ര കിട്ടുന്ന എമൗണ്ട്? പറയൂ. എമൗണ്ട് 56,077. യെസ് റൈറ്റ്. 56,077. അതായത് 56,077. ഇതിലേതാ ചെറുത്? ഇപ്പൊ നമ്മൾ മൂന്നെണ്ണം എഴുതിയില്ലേ? ഇതിൽ ലീസ്റ്റ് എമൗണ്ട് ഏതാ? ചെറിയ എമൗണ്ട് 56,077. 56,077 തന്നെയാണ് ലീസ്റ്റ് എമൗണ്ട് അല്ലേ? അപ്പോൾ അത് എന്ത് ചെയ്യുക? നേരെ ഔട്ടർ കോളത്തിലോട്ട് എടുത്ത് ചെയ്യുക. നേരെ ഔട്ടർ കോളത്തിലോട്ട് എടുത്ത് ചെയ്യുക. അണ്ടർലൈൻ ചെയ്യുക. ആക്ച്വൽ ഗ്രാറ്റുറ്റി റിസീവ്ഡ് എന്ന് ഈ എക്സംപ്റ്റഡ് ലിസ്റ്റ് ഓഫ് എമൗണ്ട് നമ്മൾ കണ്ടെത്തിയത് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും. എത്ര എമൗണ്ട് കിട്ടുന്നത്? 1,48,923. യെസ് റൈറ്റ്. 1,48,923 ആണ്. ഓക്കെ. ഇതവിടെ ആൻസർ ഇവിടെ ഉണ്ട്. നോക്കുക. കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഗ്രാറ്റുറ്റി ഓഫ് മിസ്റ്റർ റഹീം ഫോർ ദ അസസ്മെന്റ് ഇയർ 24-25. നമ്മൾ ഗ്രാറ്റുറ്റി റിസീവ്ഡ് എഴുതാം. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ അതേ അവസ്ഥയാണല്ലോ. കറണ്ട് പോയിട്ടുണ്ട്. പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഗ്രാറ്റുറ്റി റിസീവ്ഡ് 2,05,000 ലെസ് മിനിമം ഓഫ് ദി ഫോളോയിങ് എക്സംപ്റ്റഡ് ആണ്. നമ്മൾ മൂന്ന് കാര്യങ്ങളാണുള്ളത്. ആക്ച്വൽ ഗ്രാറ്റുറ്റി, സ്റ്റാറ്റ്യൂട്ടറി എമൗണ്ട്, അതായത് മാക്സിമം കിട്ടുന്ന എമൗണ്ട് 20 lakh. ലാസ്റ്റ് ഡ്രോൺ സാലറി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഡ്രോൺ സാലറി 15/26 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് അതോടെ ചെയ്തിട്ടുണ്ട്. ദെൻ അപ്പം നമുക്കിവിടെ 56,077 കിട്ടും. അതാണ് ഈ മൂന്നെണ്ണത്തിലെ ചെറിയ എമൗണ്ട് ആയിട്ട് വരിക.
അത് നമ്മൾ നേരെ ഔട്ടർ കോളത്തിലോട്ട് എടുത്ത് എഴുതി. ഗ്രാറ്റുവിറ്റി ആക്ച്വലി റിസീവ്ഡിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു, ഈ 56,000 ലീസ്റ്റ് അല്ലെങ്കിൽ എക്സെപ്റ്റഡ് എമൗണ്ട് മൈനസ് ചെയ്തു. 1,48,923 എന്ന് പറയുന്ന ഒരു ഫിഗർ നമുക്ക് കിട്ടി. ഇതായിരിക്കും ടാക്സബിൾ ഗ്രാറ്റുവിറ്റി. നമ്മുടെ ക്വസ്റ്റ്യൻ അതാണ്, എന്താണ് ചാർജബിൾ ടു ടാക്സ് ആണ്. കാൽക്കുലേറ്റ് എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി ചാർജബിൾ ടു ടാക്സ്. ഇതാണ് ടാക്സബിൾ ഗ്രാറ്റുവിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തേത് നോക്കാം നമുക്ക്. നോൺ ഗവൺമെന്റ് എംപ്ലോയീസ് ആണെങ്കിൽ നോട്ട് കവേർഡ് ബൈ ദ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് വരികയാണെങ്കിൽ, നോട്ട് കവേർഡ് ബൈ വരികയാണെങ്കിൽ, അതായത് പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 അണ്ടറിൽ വരാത്ത എംപ്ലോയീസ് ആണെങ്കിൽ ഈ ലിസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ആണ് അവർക്ക് കിട്ടുന്ന എക്സംഷൻസ്. ഓക്കെ, അവിടെ ഹാഫ് മന്ത് സാലറി എന്നാണ് പറഞ്ഞത്. ഹാഫ് മന്ത് സാലറി ഇവിടെ പറഞ്ഞത് എന്താ, 15 ഡേയ്സ് സാലറി എന്നാണ്. 15 ഡേയ്സ് സാലറി. ആ 15 ഡേയ്സ് സാലറി നമ്മൾ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യണത്, 15/26 ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, ഇവിടെയോ, ഇവിടെ ഹാഫ് മന്ത് സാലറി എന്നാണ് പറഞ്ഞത്. അത് ഹാഫ് മന്ത് സാലറി ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ആവറേജ് സാലറി ഓഫ് 10 മന്ത് ആണ്. ഇപ്പോൾ ഇയാൾ പിരിഞ്ഞു പോകുന്നതിൻ്റെ അല്ലെങ്കിൽ ഇയാൾ റിട്ടയർ ചെയ്യുന്നതിൻ്റെ അതിന് മുമ്പുള്ള 10 മാസം എടുക്കാം. 10 മാസത്തിൽ ഇയാളുടെ സാലറി എത്രയാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതേ ഡിവൈഡഡ് ബൈ 10 ചെയ്യാം. ഇപ്പോൾ 10 മാസവും സെയിം എമൗണ്ട് തന്നെയാണെങ്കിൽ അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ആ ഒരു മാസത്തെ സാലറി തന്നെയായിരിക്കും അയാളുടെ സാലറി വരിക. ദെൻ അതിൻ്റെ പകുതി ഹാഫ് മന്ത് സാലറി, അതേ ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ആണ് ചെയ്യേണ്ടത്. മാറ്റം ഇവിടെ ഹാഫ് മന്ത് സാലറിയാണ്. ദെൻ ഇവിടെ ആവറേജ് സാലറി 10 മാസത്തിലാണ് എടുക്കേണ്ടത്. അവിടെ ലാസ്റ്റ് ഡ്രോൺ സാലറി എന്നാണ് പറഞ്ഞത് അല്ലേ, ലാസ്റ്റ് മന്ത് സാലറി ഇൻറ്റു 15/26 ചെയ്താണ് 50 ഡേയ്സ് സാലറി ഇട്ട. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ആവറേജ് സാലറിയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇയാൾ പിരിഞ്ഞു പോകുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള 5 മാസം ഇയാൾക്ക് 15,000 ആണ് സാലറി. അതിന് മുമ്പുള്ള 5 മാസം ലാസ്റ്റ് പിരിഞ്ഞു പോകുന്ന 5 മാസം 20,000 ആണ് സാലറി. അതിന് തൊട്ട് മുമ്പുള്ള 5 മാസം 15,000 ആണ് സാലറി. അപ്പോൾ അവിടെ 2 കാറ്റഗറി സാലറീസ് ഉണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, 5 × 20,000 നമുക്ക് കിട്ടും. പിന്നെ 5 × 15,000 നമുക്ക് അവിടെ വേറെ ഫിഗർ കിട്ടും. രണ്ടും പാടെ ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 10 ചെയ്യുക. ഓക്കെ, ഇനി അതേ ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ആണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ 1 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിനൊരു വർഷമായിട്ട് എടുത്താൽ മതി. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ പ്രോബ്ലത്തിൽ 35 ഇയേഴ്സ് ആണ് അല്ലേ, 35 ഇയേഴ്സ് ആണ് 7 മന്തിന് നമ്മൾ ഇവിടെ 36 ഇയേഴ്സ് ആയിട്ടാണ് എടുത്തത്. അങ്ങനെ എടുക്കണ്ട. ഇവിടെ 1 ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റഡ് ഇയർ മാത്രമേ ഇവിടെ കൺസിഡർ ചെയ്യുള്ളൂ. ഓൺലി കംപ്ലീറ്റഡ് ഇയേഴ്സ് ആർ കൺസിഡേർഡ് ആണ്. ഇപ്പം ഇനി 10 വർഷവും 11 മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, അതിനെ നമ്മൾ 11 വർഷമായിട്ട് എടുക്കണ്ട, അതിന് 10 വർഷം തന്നെ എടുത്താൽ മതി. ഓക്കെ, ഇനി രണ്ടാമത്തതും മൂന്നാമത്തതും സെയിം തന്നെയാണ്. കവേർഡ് അണ്ടർ ദി പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടിന്റെ സെയിം തന്നെ വരിക. 20 lakhും ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ആണ്. ഇനി ഇവിടെ ബേസിക് സാലറി, ഇവിടുത്തെ സാലറി എന്ന് പറഞ്ഞാൽ ആവറേജ് സാലറി ഇല്ലേ, ഈ ഹാഫ് മന്ത് സാലറി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ ഇവിടെ ആവറേജ് സാലറി എടുക്കുന്നുണ്ട്. ആ സാലറിയിൽ വരുന്ന ഐറ്റംസ് ബേസിക് പേയ്മെന്റ്, ബേസിക് സാലറി വരും. ഡിയർനെസ് അലവൻസ് അത് എടുക്കണം. പാർട്ട് ഓഫ് ദി സാലറി ആണെങ്കിൽ, പാർട്ട് ഓഫ് ദി സാലറിയുടെ ഭാഗമായിട്ട് ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി ആണെങ്കിൽ മാത്രം എടുത്താൽ മതി. കമ്മീഷൻ ടേൺ ഓവർ അച്ചീവ് ചെയ്താലുള്ള കമ്മീഷനും എടുത്താൽ മതി. ഓക്കെ, മറ്റേ കേസിൽ എന്തായിരുന്നു, ബേസിക് പേ, ഡിയർനെസ് അലവൻസ്. ഡിയർനെസ് അലവൻസ് എന്താണെങ്കിലും എടുക്കാം. ഓക്കെ, പക്ഷേ ഇവിടുത്തെ കേസിൽ ഡിയർനെസ് അലവൻസ് എടുക്കണമെങ്കിൽ അത് പാർട്ട് ഓഫ് സാലറിയുടെ ഭാഗമായിട്ട് കിട്ടുന്ന ഡിയർനെസ് അലവൻസ് ആണെങ്കിൽ മാത്രം എടുത്താൽ മതി. കമ്മീഷൻ ടേൺ ഓവർ അച്ചീവ് ചെയ്താൽ കിട്ടുന്ന കമ്മീഷനും. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. മിസ്റ്റർ ജോബിൻ retired in September 2023 after having put in 42 years of service in a company not covered by Payment of Gratuity Act 1972. His average salary for 10 months preceding September 2023 was rupees 22,500 per month. He received gratuity 2,60,000. Compute the taxable gratuity. Okay,
അതായത് ജോബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി 2023 സെപ്റ്റംബറിൽ റിട്ടയർ ചെയ്തു. അയാൾ 42 വർഷം ആ കമ്പനിയിൽ എന്ത് ചെയ്തു, അയാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇയാൾ നോട്ട് കവേർഡ് ബൈ ദ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടിൽ വരുന്ന ഒരു എമൗണ്ട് ആണ്, നോട്ട് കവേർഡ് ആണ്. രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്ന ഒരു എംപ്ലോയി ആണ്. ഹിസ് ആവറേജ് സാലറി ഫോർ 10 months പ്രിസീഡിംഗ് ദ സെപ്റ്റംബർ. ഇയാൾ പിരിഞ്ഞു പോകുന്ന മാസത്തിന് തൊട്ട് മുമ്പുള്ള 10 മാസത്തെ സാലറി, ആവറേജ് സാലറി ഇവിടെ നേരിട്ട് തന്നിട്ടുണ്ട്, നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. 22,500 ആണ് പെർ മന്ത്. ഓക്കെ, ദെൻ ഹി റിസീവ്ഡ്, ഇയാൾക്ക് പിരിഞ്ഞു പോകുന്ന സമയത്ത് ഇയാൾക്ക് കിട്ടിയ ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് 2,60,000 രൂപയാണ്. എങ്ങനെയാണെങ്കിൽ ഇയാളുടെ ടാക്സബിൾ ഗ്രാറ്റുവിറ്റി എത്രയാണെന്നത് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക? ഇതാണ് ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്. അതിനെന്ത് ചെയ്യുക, നമ്മൾ ആ കമ്പാരിസൺ ചെയ്തിട്ട് അതിൽ എക്സംഷൻ എമൗണ്ട് എത്രയാണോ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് എമൗണ്ട് ആയിരിക്കും അവിടുത്തെ ഗ്രാറ്റുവിറ്റി എമൗണ്ട് ടാക്സബിൾ. ഓക്കെ, പ്രോബ്ലം ചെയ്യണോ, വർക്കൗട്ട് ചെയ്യണോ? കേൾക്കുന്നുണ്ടോ? ചെയ്യാം. ഓക്കെ, ചെയ്യാം. അപ്പോൾ താഴെ ജോബിനല്ലേ, ജോബിൻ എന്ന് പറയുന്ന വ്യക്തി പേയ്മെന്റ് ഓഫ് നോട്ട് കവേർഡ് ബൈ ദ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ആണ്. സോ ഇയാൾ 42 ഇയേഴ്സ് ഓഫ് സർവീസ് ആണ് ഇയാളുടെ സർവീസ് ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇയാളുടെ ആവറേജ് മന്ത്ലി സാലറി എന്ന് പറഞ്ഞാൽ അവിടെ തന്നിട്ടുണ്ട് 2,500 ആണ് അല്ലേ. സോ താഴെ എഴുതിച്ചോ, നേരത്തെ എഴുതിയ പോലെ തന്നെ എഴുതുക. കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഗ്രാറ്റുവിറ്റി ഓഫ് മിസ്റ്റർ ജോബിൻ ഫോർ ദ അസസ്മെന്റ് ഇയർ 24-25. എന്നിട്ട് താഴെ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് എത്രയാണ്? 2,16,000. യെസ്, 2,60,000 ഔട്ടർ കോളത്തിൽ എഴുതുക. അതിന് താഴെ ലെസ് മിനിമം ഓഫ് ദി ഫോളോയിങ് എക്സംപ്റ്റഡ്, ഓക്കെ. ഏതൊക്കെയാ? ഫസ്റ്റ് വൺ ഏത് വരിക? ആക്ച്വൽ ഗ്രാറ്റുവിറ്റി. ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ഫസ്റ്റ് വൺ. ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് എമൗണ്ട് 2,60,000. ഇനി സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് എത്രയാ? 20 lakh. ഓക്കെ. തേർഡ് വൺ half month. യെസ്, ഇവിടെ നോക്കിയാൽ മതി. ഹാഫ് മന്ത് സാലറി ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. ഓക്കെ, എത്ര വരും ഹാഫ് മന്ത് സാലറി? ഇവിടെ എത്ര സാലറി? 22,500 per $22,500 month. ഡിവൈഡ് ബൈ 2 അല്ലെങ്കിൽ 1/2. ജോബിന്റെ ഇവിടെ ശ്രദ്ധിക്കണം, ഇയാളുടെ മന്ത്ലി സാലറി 22,500 അല്ല കേട്ടോ, അത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. 2,500 ആണ്, മാറിപ്പോയതാണ്. 2,500 ആണോ? അപ്പൊ എത്ര വരും 2,500 ആണെങ്കിൽ? കിട്ടിയോ? 2,500 ഇൻറ്റു 1/2 ഇൻറ്റു എത്ര ഇയർ കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്? 42. യെസ്, 42 ഇയേഴ്സ്. എമൗണ്ട് കിട്ടിയോ? 52,500. 52,500 ആണ്. ഇവിടെ ചെറിയ മിസ്റ്റേക്ക് പറ്റിയതാ കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കോപ്പി ചെയ്യുമ്പോൾ എററാണ്. ആ റുപ്പീസിന്റെ ചിഹ്നമാണ്
പ്രശ്നമാണത്. ഓക്കെ, അപ്പോൾ മൂന്ന് എമൗണ്ട് കിട്ടിയില്ലേ? 52,500 കിട്ടി, ആക്ച്വൽ എമൗണ്ട് ഗ്രാറ്റുവിറ്റി കിട്ടി. ഈ ആക്ച്വൽ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റിയിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അത് 2,60,000 അല്ല 60,000 കേട്ടോ. അതിലും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. 60,000 ആണ്. 2 lakh കിട്ടുക, 2 കിട്ടിയാൽ മതി. ജസ്റ്റ് 60 lakh മാത്രമാണ്. ദെൻ ഇത് മൂന്നും കമ്പയർ ചെയ്യുമ്പോൾ എത്രയാണ് വരിക? 60,000 20 lakh. ലീസ്റ്റ് ചെയ്താ 52,500. 52,500. നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത വാല്യൂ തന്നെയാണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇതാണ് ആൻസർ വരിക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യുക? അതിൽ നിന്ന് മൈനസ് ചെയ്യുക, 52,500 ഔട്ടർ കോളത്തിൽ നിന്ന് മൈനസ് ചെയ്യുക, ബാലൻസ് എമൗണ്ട് ആയിരിക്കും ടാക്സബിൾ ആയിട്ട് വരിക. ഇവിടെ ഇങ്ങനൊരു രീതിയിലാണ് തന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ ആ ഫോർമാറ്റിൽ തന്നെ ചെയ്യാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് മാർക്ക് വീഴും. ഇവിടെ ലാസ്റ്റ് ആണ് ടാക്സബിൾ ഗ്രാറ്റുവിറ്റി 60,000 കിട്ടിയ 60,000 എക്സംപ്റ്റഡ് എമൗണ്ട് 52,000 മൈനസ് ചെയ്ത് ഇങ്ങനെയാണ്. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ആ ഫോർമാറ്റിൽ തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾ ആ പ്രോബ്ലം ആൻസർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഇയാൾ നോട്ട് കവേർഡ് ബൈ ദ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ആണ്. അതുകൊണ്ട് ഇയാളുടെ സർവീസ് കംപ്ലീറ്റ് ചെയ്ത് 42 വർഷമായിട്ട് തന്നെ എടുക്കാം. ഓക്കെ, ദെൻ ഹിസ് ആവറേജ് സാലറി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 10 month ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയണത് എന്ത് ചെയ്യുക? അവിടെ എഴുതി വെക്കുക ജസ്റ്റ് ഒന്ന്. ഓക്കെ, ഇതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. 2,500 കേട്ടോ. ദെൻ അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് എത്ര കിട്ടിയത് ആൻസർ? 7,500 അല്ലേ? മൈനസ് ചെയ്തപ്പോൾ കിട്ടിയത് ടാക്സബിൾ അല്ലേ? ടാക്സബിൾ ഗ്രാറ്റുവിറ്റി ഇതാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. ടാക്സബിൾ ഗ്രാറ്റുവിറ്റി ആണ്. ആക്ച്വലി കിട്ടിയ ഗ്രാറ്റുവിറ്റി 60,000, അതിന് എക്സംപ്റ്റഡ് എമൗണ്ട് 52,500 മൈനസ് ചെയ്തപ്പോൾ 7,500 കിട്ടി. ഓക്കെ, ഇനി അപ്പോൾ ഇതാണ് നമുക്ക് ഗ്രാറ്റുവിറ്റിയിൽ പ്രധാനമായിട്ട് വരുന്നത്. ഇനി ഒരു കേസ് ഉണ്ട്, ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ഫ്രം മോർ ദാൻ വൺ എംപ്ലോയർ ഇൻ ദ സെയിം ഇയർ. ഒരേ വർഷം തന്നെ ഒന്നിലധികം എംപ്ലോയേഴ്സിന്റെ കയ്യിൽ നിന്ന് ഒരു എംപ്ലോയിക്ക് എന്ത് കിട്ടുകയാണ്? ഈ പറയുന്ന ഗ്രാറ്റുവിറ്റി കിട്ടുകയാണെങ്കിൽ അയാൾക്ക് മാക്സിമം കിട്ടുന്ന എക്സംഷൻ എന്ന് പറഞ്ഞാൽ 20 ലക്ഷമാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ 20 ലക്ഷം അതാണ് മാക്സിമം കിട്ടുക. അതിൻ്റെ മുകളിലോട്ട് എന്ത് ചെയ്യില്ല, അയാൾക്ക് എക്സംഷൻസ് കിട്ടിയില്ല. ഇനി ഗ്രാറ്റുവിറ്റി ഈസ് റിസീവ്ഡ് ഫ്രം ഡിഫറെന്റ് എംപ്ലോയേഴ്സ് ഇൻ ഡിഫറെന്റ് ഇയേഴ്സ് ആണ്. പല എംപ്ലോയേഴ്സിന്റെ കയ്യിൽ നിന്ന് പല തവണകളായിട്ട് കിട്ടിയാലും അയാൾക്ക് മാക്സിമം കിട്ടാൻ പോകുന്ന ഉണ്ടോ എക്സംഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 lakh ആണ്. Where an employee has received any gratuity in any earlier year from his former employer and received gratuity from another employer in a later year, the limit of rupees 20 lakh will be reduced as the amount of gratuity which has been exempted earlier ആണ്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു 2 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 5 വർഷം മുമ്പ് ഒരു എംപ്ലോയി എന്ത് ചെയ്തു? അയാൾ റിട്ടയർ ചെയ്തു. ഓക്കെ, അയാൾ റിട്ടയർ ചെയ്തപ്പോൾ അയാൾക്ക് കിട്ടിയ എക്സംഷൻ എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ ഈ കമ്പ്യൂട്ടേഷനൊക്കെ ചെയ്തപ്പോൾ അയാളുടെ എക്സംഷൻ ലിമിറ്റ് കിട്ടിയത് 10 ലക്ഷമാണ്. ഓക്കെ, 10 ലക്ഷം അയാൾക്ക് എക്സംഷൻ കിട്ടി. നമുക്ക് മനസ്സിലായല്ലോ? 10 ലക്ഷം അയാൾക്ക് എക്സംഷൻ കിട്ടി. ഇനി അയാൾ പിന്നെയും ഒരു 5 വർഷം വർക്ക് ചെയ്തിട്ട് വേറെ കമ്പനിയിൽ വർക്ക് ചെയ്ത് അയാൾ വീണ്ടും എന്ത് ചെയ്തു? അവിടുന്ന് റിട്ടയർ ചെയ്തു. അപ്പോൾ അയാൾക്ക് വീണ്ടും മറ്റ് എംപ്ലോയറുടെ കയ്യിൽ നിന്ന് എക്സംഷൻ ഗ്രാറ്റുവിറ്റി കിട്ടും. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഇനി മാക്സിമം കിട്ടാൻ പോകുന്ന എക്സംഷൻ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഈ 20 lakh അയാൾ ആദ്യം കിട്ടിയ എക്സംഷൻ ലിമിറ്റ് ഇല്ലേ 10 മൈനസ് ചെയ്തിട്ട് ബാക്കി 10 പിന്നീട് അയാൾക്ക് അവിടെ മാക്സിമം ലിമിറ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നീട് അയാൾ പറഞ്ഞു വരുന്നത് എത്രയേ ഉള്ളൂ, ഒരു എംപ്ലോയിക്ക് മാക്സിമം ഗ്രാറ്റിറ്റ്യൂഡ് അടിസ്ഥാനത്തിൽ ടാക്സ് കിട്ടാൻ പോകുന്ന ഇളവ് എന്ന് പറഞ്ഞാൽ 20 ലക്ഷമായിരിക്കും. ഓക്കെ, ഇനി ഗ്രാറ്റുവിറ്റി പെയ്ഡ് വൈൽ ഇൻ സർവീസ്. ഓക്കെ, ഈ ഗ്രാറ്റുവിറ്റി ഇയാൾ സർവീസിലിരിക്കെ, അതായത് റിട്ടയർമെന്റിന്റെ സമയത്ത് കിട്ടുന്ന അല്ലെങ്കിൽ റിട്ടയർമെന്റിന് ശേഷം ഈ ഗ്രാറ്റുവിറ്റി കിട്ടുകയാണെങ്കിലാണ് ഈ പറയുന്ന എക്സംഷൻസ് കിട്ടുക. ഇനി ഒരു എംപ്ലോയി അയാളെ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ സർവീസിലിരിക്കുന്ന സമയത്ത് അയാൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം, ചിലപ്പോൾ ഈ പറയുന്ന ഈ ഒരു
ഗ്രാറ്റുവിറ്റി മേ ബി കിട്ടിയേക്കാം ആഫ്റ്റർ ഇറ്റ് ഹാസ് മിനിമം സ്പെസിഫൈഡ് പീരീഡ്. അയാളോട് 5 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് ഈ പറയുന്ന ഗ്രാറ്റുവിറ്റി മേ ബി കിട്ടുന്നുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ നോട്ട് എക്സംപ്റ്റഡ് ഫ്രം ടാക്സ് ആണ്. അതായത് ഡ്യൂറിങ് ദ സർവീസിൽ ഇരിക്കുന്ന സമയത്ത് അയാൾക്ക് ഈ പറയുന്ന ഈ ഒരു എമൗണ്ട് കിട്ടുകയാണെങ്കിൽ നോട്ട് എക്സംപ്റ്റഡ് ഫ്രം ടാക്സ് ആണ്. അയാൾക്ക് ഒരു എക്സംപ്ഷൻസും കിട്ടില്ല. ഒരു ത്രൂ ദ അസസി ക്യാൻ ക്ലെയിം റിലീഫ് അണ്ടർ സെക്ഷൻ 89 ആണ്. ഓക്കെ, ഇനി ഇത്രയാണ് നമുക്ക് ഗ്രാറ്റുവിറ്റിയിൽ പറയാനുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഇട്ടിട്ടുള്ള മിസ്റ്റർ റോയ് who is not covered by the payment of gratuity act 1972. Okay, retires on 22nd December 2023 from PQRL Limited and receive rupees 2,86,000 as gratuity after service of 34 years and 10 months. Okay, 34 years and 10 months. Average monthly salary of rupees 10 month ആണ്. Ending November 13th 2023 is rupees 17,200. What amount of gratuity will be exempt from tax ആണ്. ഓക്കെ, ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായോ? എന്താ ക്വസ്റ്റ്യൻ? ഇവിടെ എക്സംപ്റ്റഡ് എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ അല്ലേ. ഇയാൾ ഏത് കാറ്റഗറിയിൽ വരുന്ന എംപ്ലോയിയാ? ഇയാൾ PQR എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ്. അതിനർത്ഥം ഈസ് എ നോട്ട് ഗവൺമെന്റ് എംപ്ലോയി ആണ്. പക്ഷെ അയാൾ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടിന്റെ അണ്ടറിൽ വരുന്ന ഒരു എംപ്ലോയി ആണ് അല്ലേ. പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടിൽ വരുന്ന ഹു ഈസ് നോട്ട് കവേർഡ് എന്ന് പറഞ്ഞത് മാറിപ്പോയി. നോട്ട് കവേർഡ് ബൈ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ആണ്. ദെൻ ഇയാൾ റിട്ടയർ ചെയ്യുന്നത് ഡിസംബർ 2023 22nd. ദെൻ ഇയാൾക്ക് റിട്ടയർ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഗ്രാറ്റുവിറ്റി എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2,86,000 ആണ്. ഓക്കെ, 34 വർഷവും 10 മാസമാണ് ഇയാൾ വർക്ക് ചെയ്തത്. ഇയാളുടെ ആവറേജ് മന്ത്ലി സാലറി 10 മാസത്തെ ഇയാൾ റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള 10 മാസത്തെ ആവറേജ് മന്ത്ലി സാലറി എന്ന് പറഞ്ഞാൽ 17,200 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്രയാണ് എക്സംപ്റ്റഡ് എമൗണ്ട് ഓഫ് ടാക്സ് ആണ്. ഇത് നമ്മൾ ചെയ്തതാണ്, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. റോയ് ഈ നോട്ട് കവേർഡ് ദ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ആണ്. സോ അതുകൊണ്ട് തന്നെ അയാൾക്ക് 34 years and 10 months എന്നുള്ളതിനെ 34 കംപ്ലീറ്റഡ് ഇയേഴ്സേ എടുക്കാൻ പറ്റുള്ളൂ അല്ലേ. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹിസ് ആവറേജ് സാലറി എന്ന് പറഞ്ഞാൽ 10 months ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 17,200 എന്നുള്ളതും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് നേരിട്ട് എഴുതാൻ പറ്റും. എത്രയാണോ കിട്ടിയില്ല, ലീസ്റ്റ് ഓഫ് ദി എമൗണ്ട് എക്സംപ്റ്റഡ് ആണ്. ആവറേജ് സാലറി 1/2 നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് സർവീസ് ആണ്. ഇനി ആക്ച്വൽ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് അതുപോലെ 20 lakh. അതിൽ നമ്മൾ 17,200 ഇൻറ്റു 34 ചെയ്തു 2,92,400. ആക്ച്വൽ എമൗണ്ട് 2,86,000 ആണ്. മാക്സിമം കിട്ടുന്ന എമൗണ്ട് ലിമിറ്റ് എക്സെപ്ഷൻ കിട്ടുക 20 lakh ആണ്. ഇതിൽ ഏറ്റവും ചെറുത് ഔട്ട് ഓഫ് ദി ലീസ്റ്റ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ 2,86,000 ആണ്. സോ ഇതാണ് ഇവിടുത്തെ എക്സെപ്റ്റഡ് എമൗണ്ട്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കണം. നേരത്തെ പ്രോബ്ലത്തിൽ നമുക്ക് കാണാനുണ്ടായിരുന്നതാണ്, നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്യാനുണ്ടായിരുന്നത് ടാക്സബിൾ ഗ്രാറ്റുവിറ്റി ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? കിട്ടിയ ഗ്രാറ്റുവിറ്റിയിൽ നിന്ന് എക്സെപ്റ്റഡ് എമൗണ്ട് മൈനസ് ചെയ്ത് അത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. നേരത്തെ രണ്ട് ചെയ്ത പ്രോബ്ലത്തിലും അങ്ങനെയാണ്. ഈ പ്രോബ്ലത്തിലെ ക്വസ്റ്റ്യന് നോക്കുക, എത്രയാണ് എക്സെപ്റ്റഡ് ഫ്രം ടാക്സ് ആണ്. ഗ്രാറ്റുവിറ്റി എത്രയാണ് എക്സെപ്ഷൻ കിട്ടുക? ഈ കിട്ടിയ 2,86,000 നിന്നും എത്ര എമൗണ്ട് എക്സെപ്ഷൻ കിട്ടുന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്കിവിടെ എത്ര കിട്ടും? 2,86,000 എക്സെപ്റ്റഡ് ആണ്. ടാക്സബിൾ എമൗണ്ട് ഉണ്ടായിരിക്കില്ല. കാരണം നമ്മളിവിടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ ഗ്രാറ്റുവിറ്റി തന്നെയാണ് ഏറ്റവും ചെറുത് വന്നത്, മിനിമം എമൗണ്ട് അല്ലെങ്കിൽ ലീസ്റ്റ് എമൗണ്ട് വന്നത്. സോ ഫുൾ എമൗണ്ടും എക്സെപ്റ്റഡ് ഫ്രം ടാക്സ് ആണ്. ഓക്കെ,
ഇനി അപ്പോൾ ഗ്രാറ്റുവിറ്റി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പെൻഷനാണ്. പെൻഷൻ ആൻഡ് കമ്മ്യൂട്ടഡ് പെൻഷൻ എന്നാണ് പറയുക. സെക്ഷൻ 10 സബ്സെക്ഷൻ 10A ആണ് ഈ പറയുന്ന എക്സംഷനെ കുറിച്ച് പറയുന്ന സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇപ്പോൾ അത് നമുക്ക് പരിചയം ഉണ്ടാവും അല്ലേ? ഇപ്പോൾ നമ്മളുടെ എംപ്ലോയീസൊക്കെ, ഇപ്പോൾ എസ്പെഷ്യലി ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിലൊക്കെ അവർ കുറേ കാലം സർവീസിലിരുന്ന് 58 അല്ലെങ്കിൽ 60 വയസ്സാകുമ്പോൾ അവർ റിട്ടയർ ചെയ്യും. ആ റിട്ടയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്ത് കിട്ടാറുണ്ട്? ഈ പറയുന്ന പെൻഷൻസ് കിട്ടാറുണ്ട്. അങ്ങനെ ഈ ഒരു എംപ്ലോയിക്ക് ഇങ്ങനെയുള്ള പെൻഷൻസ് കിട്ടുകയാണെങ്കിൽ, നോട്ട് ചെയ്യാം, ഒരു എംപ്ലോയിക്ക് ഇത്തരത്തിലുള്ള പെൻഷൻസ് കിട്ടുകയാണെങ്കിൽ ആ പെൻഷന് ഈ പറയുന്ന ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന ഹെഡിൽ ടാക്സ് ചെയ്യപ്പെടും. ഓക്കെ, ഒന്നുകൂടി നോക്കാം. പെൻഷൻ മീൻസ് എ പീരിയോഡിക്കൽ പേയ്മെന്റ് റിസീവ്ഡ് ബൈ ആൻ എംപ്ലോയി ആഫ്റ്റർ ഹിസ് റിട്ടയർമെന്റ് ആണ്. ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് റിസീവ്ഡ് ബൈ ആൻ എംപ്ലോയി. Then pension received by an employee after retirement is chargeable to tax under the head salaries. നമുക്കറിയാം പെൻഷൻസ് നിങ്ങൾ പല രീതിയിലുള്ള പെൻഷൻസ് കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ എംപ്ലോയ്മെന്റ് പെൻഷൻസ് ഉണ്ടാവും. ജോലിയിൽ നിന്നും പിരിഞ്ഞതിന് ശേഷം ആ എംപ്ലോയർ കൊടുക്കുന്ന പെൻഷനെയാണ് എംപ്ലോയ്മെന്റ് പെൻഷൻ എന്ന് പറയാം. അല്ലാതെ ഒരുപാട് പെൻഷൻസ് ഇല്ലേ, ഈ ഇപ്പോൾ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഗവൺമെന്റ് പെൻഷൻ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ അതൊന്നും എംപ്ലോയ്മെന്റിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന പെൻഷൻ അല്ല അല്ലേ. പിന്നെ വാർദ്ധക്യ പെൻഷൻ, വിധവ പെൻഷൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പെൻഷൻസ് ഒക്കെ ഉണ്ട്. ആ പെൻഷൻസ് ഒന്നും എന്തിന്റെ ഭാഗമായിട്ട് കിട്ടണമല്ല, അവരൊരു എംപ്ലോയി ആയിട്ട് കിട്ടുന്ന പെൻഷൻ അല്ല അല്ലേ. അതുകൊണ്ട് തന്നെ അത് ഇൻകം ഫ്രം സാലറിയിൽ ടാക്സ് ചെയ്യപ്പെടുകയില്ല. അത് അതർ സോഴ്സിലായിരിക്കും ടാക്സ് ചെയ്യപ്പെടുക. ഒരു എംപ്ലോയിക്ക് അയാളുടെ എംപ്ലോയ്മെന്റിന് ശേഷം, അയാൾ റിട്ടയർ ചെയ്തതിനു ശേഷം അയാൾക്ക് ഈ പറയുന്ന പെൻഷൻ റിസീവ് ചെയ്യാണ് അയാളുടെ എംപ്ലോയറുടെ കയ്യിലെങ്കിൽ അത് ഈ പറയുന്ന ഹെഡിൽ ടാക്സ് ചെയ്യപ്പെടും. സാലറി എന്ന് പറയുന്ന അല്ലേ. ഇപ്പൊ ഫാമിലി പെൻഷൻ കിട്ടാറുണ്ട്. ഓക്കെ, ഫാമിലി പെൻഷന് ഈ പറയുന്ന ഹെഡിൽ ടാക്സ് ചെയ്യപ്പെടില്ല. അത് അതർ സോഴ്സ് എന്ന് പറയുന്ന ഹെഡിലായിരിക്കും ടാക്സ് ചെയ്യപ്പെടുക. ഓക്കെ, സോ യൂഷ്വലി പെൻഷൻ ഈസ് പെയ്ഡ് ഔട്ട് ഓഫ് പീരിയോഡിക്കലി. ഇപ്പോൾ മിക്കവാറും നമ്മുടെ നാട്ടിലുള്ള ഈ പെൻഷനേഴ്സിനൊക്കെ ഒന്നില്ലെങ്കിൽ പീരിയോഡിക്കലി, ദാറ്റ് മീൻസ് മന്ത്ലി ബേസിസോ അല്ലെങ്കിൽ അവർക്ക് 6 മന്ത് കൂടുമ്പോഴൊക്കെയാണ് ഈ പറയുന്ന ഈ ഒരു പെൻഷൻ കിട്ടുക. എസ്പെഷ്യലി ഈ പറയുന്ന ഗവൺമെന്റ് എംപ്ലോയീസിനൊക്കെ അവർ ഈ പറഞ്ഞ റിട്ടയർമെന്റിന് ശേഷം അവർക്ക് മന്ത്ലി ആയിരിക്കും അവർക്ക് ഈ പറയുന്ന എന്ത് കിട്ടുക, പെൻഷൻസ് കിട്ടുക അല്ലെ. പീരിയോഡിക്കലി ആണ് കിട്ടാറുള്ളത്. അങ്ങനെ പീരിയോഡിക്കലി കിട്ടുന്ന പെൻഷൻസിനെ പറയുന്ന പേരാണ് അൺകമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയും. അതായത് പീരിയോഡിക്കലി കിട്ടുന്ന, മന്ത്ലി ബേസിസിലൊക്കെ കിട്ടുന്ന പെൻഷനെ പറയുന്ന പേരാണത് അൺകമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയും. ഈ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ ഫുള്ളി ടാക്സിബിൾ ആണ്. നോട്ട് ചെയ്തോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അൺകമ്മ്യൂട്ടഡ് പെൻഷൻ എന്താണ്? ഫുള്ളി ടാക്സിബിൾ ആണ്. ഏത് എംപ്ലോയിക്കാണോ അത് കിട്ടുന്നത്, വെദർ ഗവൺമെന്റ് ആണെങ്കിലും നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിലും അതെന്താണ്? ഫുള്ളി ടാക്സിബിൾ ആണ്. ഓക്കെ, ഇനി ഈ പറയുന്ന പെൻഷൻ പീരിയോഡിക്കലി മാത്രമല്ല കിട്ടുക, അല്ലെങ്കിൽ മന്ത്ലി ബേസിസിൽ മാത്രമല്ല നമുക്ക് ലഭിക്കുക. വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ എമൗണ്ടിന് മൊത്തമായിട്ട് അവർക്ക് 10 വർഷത്തേക്ക് കിട്ടാനുള്ള ഈ പറയുന്ന പെൻഷൻ എമൗണ്ടിന് അവർക്ക് മൊത്തമായിട്ട് ലംസമായിട്ട് പീരിയോഡിക്കലിന് പകരമായിട്ട് മൊത്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് വാങ്ങാൻ പറ്റും. അങ്ങനെ കിട്ടുന്ന പെൻഷൻസിന് പറയുന്ന പേരാണ് കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയും. ലംസമായിട്ട്, പീരിയോഡിക്കലി അല്ലാതെ നമ്മൾ മൊത്തമായിട്ട്. കണ്ടോ, however an individual may also choose to receive his pension as a lump sum instead of periodical payment. അവർക്ക് തവണകളായിട്ട് ഈ മന്ത്ലി ബേസിസിൽ കിട്ടുന്നതിന് പകരമായിട്ട് അവർക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ അവർക്ക് മൊത്തമായിട്ട് അവർക്ക് എന്ത് ചെയ്യാം, ഈ പെൻഷൻ എമൗണ്ട് അവർക്ക് വാങ്ങാം. അങ്ങനെ മൊത്തമായിട്ട് വാങ്ങുന്ന പെൻഷനെയാണ് കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയും. അതാണ് ഇവിടുത്തെ ഹെഡിങ് കേട്ടോ. പെൻഷൻ ആൻഡ് കമ്മ്യൂട്ടഡ് പെൻഷൻ എന്നാണ് ഇതിന്റെ ഹെഡിങ്. ഇവിടെ നമ്മൾ അൺകമ്മ്യൂട്ടഡ് എന്ന് പറഞ്ഞു. അൺകമ്മ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മന്ത്ലി അല്ലെങ്കിൽ പീരിയോഡിക്കലി വാങ്ങുന്ന പെൻഷൻസ് ആണ്. ഇനി അത് മൊത്തമായിട്ട് വാങ്ങുകയാണെങ്കിൽ ആ പെൻഷനെ പറയുന്ന പേരാണ് കമ്മ്യൂട്ടഡ് പെൻഷൻ. ഈ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ എന്താണ്? ഫുള്ളി ടാക്സിബിൾ ആണ്. അതിന് എക്സംഷൻസ് ഒന്നുമില്ല. ഇനി ഒരാൾ പെൻഷന് ഈ രീതിയിൽ അയാൾ മൊത്തമായിട്ട് ലംസമായിട്ട് വാങ്ങുകയാണെങ്കിൽ അതിന് എക്സംഷൻസ് ഉണ്ട്. ഓക്കെ, അതിൽ കമ്മ്യൂട്ടഡ് പെൻഷൻ ഈസ് എക്സംപ്റ്റ് ഫ്രം ടാക്സ് ആസ് പെർ ദി ഫോളോയിങ് പ്രൊവിഷൻസ്. താഴെ പറയുന്ന പ്രൊവിഷൻസ് പ്രകാരം അയാൾക്ക് എന്ത് കിട്ടും, ഇങ്ങനെ കമ്മ്യൂട്ടഡ് പെൻഷൻ കിട്ടുകയാണെങ്കിൽ, ഒരാൾ അങ്ങനെ കമ്മ്യൂട്ടഡ് പെൻഷൻ വാങ്ങുകയാണെങ്കിൽ അയാൾക്ക് എന്ത് കിട്ടും, എക്സംഷൻസ് കിട്ടും. ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ, ഓക്കെ,
ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ പെൻഷൻ ഫുള്ളി ടാക്സബിൾ അണ്ടർ ദ ഹെഡ് സാലറി ആണ്. ഓക്കെ, ഇനി അതായത് നോക്കാം, ഫുള്ളി ടാക്സബിൾ അണ്ടർ ദ ഹെഡ് സാലറി ആണ് ഏത് ഈ പറയുന്ന പെൻഷൻ. ഓക്കെ, ഇനി അൺകമ്മ്യൂട്ടഡ് പെൻഷൻ, അതാണ് കേട്ടോ ഇവിടെ പറഞ്ഞത്. അൺകമ്മ്യൂട്ടഡ് പെൻഷൻ ആണ് ഫുള്ളി ടാക്സബിൾ. നോട്ട് ചെയ്തോ, ഇവിടെ പെൻഷൻ ഫുള്ളി ടാക്സബിൾ മീൻസ് എന്താണ്, ഇവിടെ അൺകമ്മ്യൂട്ടഡ് പോർഷൻ ആണ് ഇവിടെ ടാക്സബിൾ ആയിട്ട് വരുന്നത്. ഇനി കമ്മ്യൂട്ടഡ് പെൻഷൻ ആണെങ്കിൽ അത് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ഗവൺമെന്റ് എംപ്ലോയി അയാൾക്ക് കിട്ടാനുള്ള പെൻഷൻ എന്ത് ചെയ്യാണ്, അയാൾ ലംസമായിട്ട് വാങ്ങുകയാണെങ്കിൽ അയാൾക്ക് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ആ കിട്ടുന്ന മൊത്തം എമൗണ്ട് ഓഫ് പെൻഷൻ എന്താണ്, ഫുള്ളി എക്സംപ്റ്റഡ് ആണ്, അത് ടാക്സ് ചെയ്യപ്പെടില്ല. ഓക്കെ, ഈ അൺകമ്മ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു ഗവൺമെന്റ് എംപ്ലോയി എന്ത് ചെയ്യാണ്, അയാൾക്ക് മന്ത്ലി ബേസിസിൽ അയാൾക്ക് എന്ത് കിട്ടുന്നുണ്ടാവും, പെൻഷൻസ് കിട്ടുന്നുണ്ടെങ്കിൽ ആ പെൻഷൻ ടാക്സബിൾ ആണ്, അതിന് എക്സംഷൻസ് ഇല്ല. ഇനി ഇയാൾ മൊത്തമായിട്ട് വാങ്ങുകയാണെങ്കിൽ, ഒരു 10 വർഷത്തേക്കുള്ള പെൻഷൻ ഇയാൾ ഒന്നിച്ച് വാങ്ങുകയാണെങ്കിൽ അതെന്താണ്, അത് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, ഇനി നോൺ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കേസിൽ ഫുള്ളി ടാക്സബിൾ ആണ്. അൺകമ്മ്യൂട്ടഡ് പെൻഷൻ ഫുള്ളി ടാക്സബിൾ ആണ്, പറഞ്ഞു കഴിഞ്ഞു. അത് ഗവൺമെന്റ് എംപ്ലോയീസിന്റെ അതേ കേസ് തന്നെയാണ്. അൺകമ്മ്യൂട്ടഡും കമ്മ്യൂട്ടഡും ആദ്യം മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇനി കമ്മ്യൂട്ടഡ് പെൻഷന്റെ കേസിലാണെങ്കിൽ 1/3 ആണ്. അതായത് രണ്ട് കാര്യം നോക്കണം, രണ്ട് കേസ് ഉണ്ട്. ഈ പെൻഷൻ കിട്ടുന്ന ഈ എംപ്ലോയിക്ക് ഗ്രാറ്റുറ്റി എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞ ഗ്രാറ്റുറ്റി കിട്ടുന്നുണ്ടെങ്കിലും ഗ്രാറ്റുറ്റി കിട്ടുന്നില്ലെങ്കിലും അവിടെ രണ്ട് പ്രൊവിഷൻസ് ആണ് വരുന്നത് കേട്ടോ. ഈ പറയുന്ന കമ്മ്യൂട്ടഡ് പെൻഷൻ കിട്ടുന്ന അല്ലെങ്കിൽ വാങ്ങുന്ന എംപ്ലോയിക്ക്, നോൺ ഗവൺമെന്റ് എംപ്ലോയിക്ക് ഗ്രാറ്റുറ്റി കിട്ടുന്നുണ്ടെങ്കിൽ അവിടുത്തെ എക്സംഷൻ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1/3 ആണ്. ആ ഫുൾ എമൗണ്ട് ഓഫ് എക്സം അല്ലെങ്കിൽ ഈ പറയുന്ന കമ്മ്യൂട്ടഡ് പെൻഷൻസിന്റെ 1/3. ഓക്കെ, എന്ത് റിസീവ്, ഇഫ് ഹി റിസീവ് ഗ്രാറ്റുറ്റി ആണെങ്കിൽ, ഈ പെൻഷന് പുറമെ അയാൾക്ക് ഗ്രാറ്റുറ്റിയും കൂടി കിട്ടുന്നുണ്ടെങ്കിൽ ഈ കമ്മ്യൂട്ട് ചെയ്ത പെൻഷൻസിന്റെ, അയാൾക്ക് ലംസമായിട്ട് കിട്ടിയ പെൻഷന്റെ 1/3 1/3 എന്താണ്, എക്സംപ്റ്റഡ് ആണ്. ഇനി ഈ എംപ്ലോയിക്ക് ഗ്രാറ്റുറ്റി കിട്ടിയിട്ടില്ല, അയാൾക്ക് പെൻഷൻ മാത്രമാണ്, ആ പെൻഷൻ അയാൾ കമ്മ്യൂട്ട് ചെയ്ത് വാങ്ങാണ്, മൊത്തമായിട്ട് വാങ്ങാണ്. അങ്ങനെയാണെങ്കിൽ ആ കിട്ടിയ മൊത്തം എമൗണ്ടിന്റെ 1/2, 2/1 ഭാഗം എക്സംപ്റ്റഡ് ആണ്. ഇതാണ് ഇവിടുത്തെ പെൻഷൻസിന്റെ കേസിലുള്ള എക്സംഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഹലോ, കേൾക്കണുണ്ടോ? ഓക്കെ ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. മിസ്റ്റർ സുരേഷ് retired as general manager of sugar mill on 1/4/2022. His pension was fixed by employer at the rate of 21,000. Suresh 21 അല്ല 1,000 per month. ഓക്കെ, ഷുഗർ മില്ല്, ഇയാൾ ജനറൽ മാനേജർ ആയിരുന്നു ഷുഗർ മില്ല് എന്ന് പറയുന്ന കമ്പനിയിൽ. അയാൾ എന്ത് ചെയ്തു, അയാൾ റിട്ടയർ ചെയ്തു 1/4/2022. Then his pension was fixed by the employer at the rate 1,000 per month ആണ്. ഒരു മാസത്തിൽ അയാൾക്ക് കിട്ടുന്ന പെൻഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 1000 പെർ മന്ത് ആണ്. ഓക്കെ, പീരിയോഡിക്കലി അയാൾക്ക് പെൻഷൻ കിട്ടുന്നത് 1000 ആണ്. He commuted 3/4 of pension. ഓക്കെ, 3/4 of pension ആട്ടോ. of pension and received 36,000 as the value of the commuted pension on 31st/12/2022. Compute his gross income from salary
for the assessment year 2024-25 ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായോ? സുരേഷ് എന്ന് പറയുന്ന ഒരാൾ എന്ത് ചെയ്തു? ജനറൽ മാനേജർ ആയിട്ട് ഇയാള് ഷുഗർ മില്ലിൽ നിന്ന് അയാള് റിട്ടയർ ചെയ്യുകയാണ് 2022 ഏപ്രിൽ മാസം 1-ാം തീയതി. അയാൾക്ക് പെൻഷൻ കിട്ടുന്നുണ്ട് ഫിക്സ്ഡ് ബൈ എംപ്ലോയർ അറ്റ് ദ റേറ്റ്. ഓരോ മാസം അയാൾക്ക് എത്ര ആണ് കിട്ടുന്നത്? 1000 പെർ മന്ത് വെച്ചിട്ട് ഇയാളുടെ എംപ്ലോയർ ഈ പറയുന്ന സുരേഷിന് എന്ത് കൊടുക്കുന്നുണ്ട്? പെൻഷൻ കൊടുക്കുന്നുണ്ട്. അത് പീരിയോഡിക്കലാണ് അല്ലേ? പീരിയോഡിക്കൽ പെൻഷൻ പറയുന്ന പേരെന്താ? പീരിയോഡിക്കൽ പെൻഷൻ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ. യെസ്, അൺകമ്മ്യൂട്ടഡ് പെൻഷൻ ആണ്. അപ്പോൾ അയാൾക്ക് അൺകമ്മ്യൂട്ടഡ് പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഇയാൾ റിട്ടയർ ചെയ്ത ഡേറ്റ് നോക്കണം 1/4/2022 ആണ്. അതിനുശേഷം നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ പ്രീവിയസ് ഇയർ ഏതാ? നിലവിലെ പ്രീവിയസ് ഇയർ 24-25 എന്താ? 23-24 അസസ്മെന്റ് ഇയർ ആണ്. 23-24 ആണത് പ്രീവിയസ് ഇയർ. ഓക്കെ, അപ്പൊ അതിന് മുമ്പാണ് അയാൾ റിട്ടയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. നോട്ട് ചെയ്യണം, ഈ ഡേറ്റ് നോക്കണം. അയാൾ റിട്ടയർ ചെയ്ത ഡേറ്റ് 1/4/2022 ആണ്. അന്ന് അയാൾ റിട്ടയർ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ പ്രീവിയസ് ഇയർ തൊട്ട് മുമ്പുള്ള വർഷത്തിലാണ് അയാൾ ആ വർഷം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് അയാൾ റിട്ടയർ ചെയ്തത്. എന്നിട്ട് അയാൾക്ക് അതിന് ശേഷമുള്ള എല്ലാ മാസവും അയാൾക്ക് അയാളുടെ എംപ്ലോയർ ഒരു ഫിക്സഡ് റേറ്റ് 1000 പെർ മന്ത് എന്ത് കൊടുക്കുന്നുണ്ട്? ഇയാൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. അതായത് അൺകമ്മ്യൂട്ടഡ് പെൻഷൻ കിട്ടുന്നുണ്ട് അയാൾക്ക്. അയാൾ എന്ത് ചെയ്തറിയോ? അയാൾ 31/12/2022 31/12/2022 അയാള് സോറി, ഇവിടെ 22 അല്ല, 22 ആയാലും കറക്റ്റ് ആവും. 23 31/12/2023 ഇയാൾ എന്ത് ചെയ്തു അറിയോ? അയാളുടെ പെൻഷൻ അയാൾ കമ്മ്യൂട്ട് ചെയ്തു. ഓക്കെ, കമ്മ്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അയാൾ കിട്ടാനുള്ള ഫുൾ എമൗണ്ട് അയാൾ വാങ്ങി. ഓക്കെ, ഹി കമ്മ്യൂട്ടഡ് 3/4 ഓഫ് പെൻഷൻ ആൻഡ് റിസീവ് 36,000. ഓക്കെ, അയാൾ എന്ത് ചെയ്തു? അയാളുടെ പെൻഷന്റെ 4/3 ഭാഗം അയാൾ കമ്മ്യൂട്ട് ചെയ്ത അയാളുടെ കയ്യിൽ 36,000 രൂപ കിട്ടി. കിട്ടിയ പൈസ എത്രയാണ്? 3/4 ആണ്. അയാളുടെ പെൻഷൻ കമ്മ്യൂട്ട് ചെയ്തു, അയാൾക്ക് കിട്ടിയത് 3/4 എമൗണ്ട് ആണ്. അതാണ് 36,000. ഈ 36,000 അയാളുടെ കമ്മ്യൂട്ടഡ് ഫുൾ വാല്യൂ ആണോ? ഇയാൾക്ക് കിട്ടിയത് 3/4 ആണ്. അയാളുടെ പെൻഷൻ കമ്മ്യൂട്ട് ചെയ്തു, അപ്പോൾ അയാൾക്ക് കിട്ടിയത് എത്രയാണ്? 3/4 ആണ്. ആ 3/4 ആണ് 36,000. അത് ഫുൾ വാല്യൂ അല്ല, ഫുൾ വാല്യൂ കമ്മ്യൂട്ടഡ് അല്ല കേട്ടോ, അത് 36,000. ഇനി അപ്പോൾ ഇതിൻ്റെ ഫുൾ വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഫുൾ വാല്യൂ കാണാൻ ഇത് ചെയ്താൽ മതി. 36 ആണ് എന്ത്? 3/4. അപ്പോൾ നമുക്ക് 4/4 കിട്ടണം അല്ലേ? 4/4 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? നേരെ തിരിച്ചിടാം. അതായത് 4/3 ചെയ്താൽ മതി. 4/3 ചെയ്താൽ കാൽക്കുലേറ്ററില്ലേ, എത്ര ചെയ്ത് നോക്ക്? 36,000 × 4/3 ചെയ്താൽ ആൻസർ എത്ര കിട്ടുന്നത്? 36,000. 36,000 48,000. എത്രയാണ്? 48,000. യെസ്, 48,000. ഇതാണ് ഫുൾ വാല്യൂ കമ്മ്യൂട്ട് ചെയ്തത്. ഇതാണ് ആക്ച്വലി ഫുൾ വാല്യൂ കമ്മ്യൂട്ട് ചെയ്തത്. പക്ഷേ അയാൾക്ക് കിട്ടിയത് എത്രയാണ്? അയാളുടെ കയ്യിൽ നിലവിൽ കിട്ടിയത് 3/4 ആണ്. അതാണ് 36,000. മനസ്സിലായോ? ഓക്കെ, ഇനി ഇത് ഇയാൾ പെൻഷൻ കമ്മ്യൂട്ട് ചെയ്യുന്ന ഡേറ്റ് നോക്കണം. 31/12/2023 ആണ്. 31/12/2023 കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു പ്രീവിയസ് ഇയർ കഴിയാൻ ഇനി എത്ര വർഷമുണ്ട്? എത്ര മാസമുണ്ട്? എത്ര മാസമുണ്ട്? 31/12/2023 ശേഷം ആ പ്രീവിയസ് ഇയർ ഇനി കഴിയാൻ എത്ര മാസമുണ്ട്? 3 മാസമാണ്. 3 മാസമാണ് അല്ലേ? അപ്പോൾ ആ 3 മാസം ഒഴികെയുള്ള ഈ പറയുന്ന ഇൻക്ലൂഡിങ് 31 വരെ എത്ര മാസം കഴിഞ്ഞിട്ടുണ്ടാവും? ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ,
ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ അല്ലേ? എത്ര മാസം? 9 മാസം. 9 മാസം. ഓക്കെ. ആ 9 മാസം അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവോ പെൻഷൻ ഏതായിരിക്കും? കമ്മ്യൂട്ടഡ് പെൻഷൻ ആയിരിക്കോ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ ആയിരിക്കോ? ഇയാളെന്നാൽ കമ്മ്യൂട്ട് ചെയ്യണം നോക്കണം കേട്ടോ. ഇയാള് റിട്ടയർ ചെയ്തതിനു ശേഷം ഓരോ മാസവും അയാൾക്ക് എത്ര കിട്ടുന്നുണ്ട്? 1000 പെർ മന്ത് വെച്ചിട്ട് അയാൾക്ക് അൺകമ്മ്യൂട്ടഡ് പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇയാളെന്നാൽ കമ്മ്യൂട്ട് ചെയ്തത് 31/12/2023 അതായത് ഇനി 2024 ജാനുവരി മുതലുള്ള സാലറിയാണ് അയാൾ കമ്മ്യൂട്ട് ചെയ്തത്. കിട്ടാനുള്ള സാലറിയാണ് അയാൾ ഫുള്ളായിട്ട് വാങ്ങിയത്. മനസ്സിലായോ? അപ്പോൾ അതിനർത്ഥം എന്താ? ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ 9 മാസം അയാൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും? 1000 വെച്ചിട്ട് അയാൾക്ക് പെൻഷൻ കിട്ടിയിട്ടുണ്ടാവും. ഈ പെൻഷൻ എന്താണ്? അൺകമ്മ്യൂട്ടഡ് പെൻഷന്റെ കേസ് എന്താ? എക്സംഷൻസ് ഉണ്ടോ? ഇല്ല. ഫുള്ളി ടാക്സിബിൾ ആണ്. റൈറ്റ്. ഓക്കെ, ഇവിടെ നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യാന്നുള്ളത് കേട്ടോ. ഇവിടെ കമ്മ്യൂട്ടഡ് വാല്യൂ പെൻഷൻ അയാൾക്ക് കിട്ടിയത് എത്രയാണ്? 3/4 ആണ്. 3/4 എന്ന് പറഞ്ഞാൽ 36,000 ആണ്. ഇനി കമ്മ്യൂട്ടഡ് വാല്യൂ ഫുൾ പെൻഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. എത്രയാണ് ഫുൾ അല്ലെങ്കിൽ കമ്മ്യൂട്ട് ചെയ്ത പെൻഷന്റെ ഫുൾ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിന് നേരെ തിരിച്ചിട്ടാൽ മതി. 3/4 4/3 ചെയ്താൽ നമുക്കിവിടെ 48,000 കിട്ടും. ഓക്കെ. ഇനി എക്സംപ്ഷൻ ലിമിറ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് അല്ലേ? എക്സംപ്റ്റഡ് ലിമിറ്റ് എങ്ങനെയാണ് കണ്ടെത്തുക? എക്സംപ്റ്റഡ് ലിമിറ്റ് എങ്ങനെയാ? ഇയാൾ എന്താണ്? ഇയാള് നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണ്. ഇയാള് ജനറൽ മാനേജർ ഓഫ് ഷുഗർ മിൽ കമ്പനിയാണ്. ഇയാൾക്കൂടെ റിട്ടയർമെന്റ് ഇവിടെ അസ്യൂം ചെയ്യേണ്ട ഒരു കാര്യം, ഇയാൾക്ക് ഇവിടെ ഗ്രാറ്റുറ്റി കിട്ടണമെന്ന് അസ്യൂം ചെയ്യുക. ഗ്രാറ്റുറ്റി ലഭിക്കണമെന്ന് അസ്യൂം ചെയ്യുക. ഈ ഒരു ക്വസ്റ്റിൽ ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുപോയതാണ്. അയാള് ഗ്രാറ്റുറ്റി ലഭിക്കണ ഒരു എംപ്ലോയി ആണെന്ന് അസ്യൂം ചെയ്യാം അല്ലെ? ഇവിടെ നമുക്ക് രണ്ട് കാര്യമാണ്. ഇഫ് ഹി ഹാസ് ഹി റിസീവ് ഗ്രാറ്റുറ്റി, നോട്ട് റിസീവ്ഡ് ഗ്രാറ്റുറ്റി ആണ് അല്ലേ? അപ്പോൾ അയാൾക്ക് ഇവിടെ ഗ്രാറ്റുറ്റി കിട്ടണമെങ്കിൽ അയാൾക്ക് കിട്ടാൻ പോകുന്ന എക്സംപ്ഷൻ എത്രയാ? 1/3 ഓഫ് ഫുൾ പെൻഷൻ കമ്മ്യൂട്ടഡ് ആണ്. ഓക്കെ, കമ്മ്യൂട്ട് ചെയ്ത ഫുൾ പെൻഷന്റെ 1/3 ആണ് അയാൾക്ക് കിട്ടാൻ പോകുന്ന എക്സംപ്ഷൻ. സോ എക്സംപ്റ്റഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇയാളുടെ ഫുൾ വാല്യൂ കമ്മ്യൂട്ട് ചെയ്ത പെൻഷന്റെ 1/3 ഇൻറ്റു 1/3. 1/3 ആണ് അയാൾക്ക് എന്ത് കിട്ടുക? എക്സംപ്ഷൻ കിട്ടുക. എത്രയാണ്? 16,000. 48,000ന്റെ 3/1 ഭാഗം 16,000 ആണ് അയാൾക്ക് എന്ത് കിട്ടുക? എക്സംപ്റ്റഡ് കിട്ടുക. ഓക്കെ. ഇനി ഇവിടെ ക്വസ്റ്റ്യൻ നോക്കണം. ഗ്രോസ് ഇൻകം ഫ്രം സാലറി ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞത്. കമ്പ്യൂട്ട് ഹിസ് ഗ്രോസ് ഇൻകം ഫ്രം സാലറി ആണ്. നമ്മളവിടെ എന്ത് ചെയ്തു? ഈ പറഞ്ഞ ഗ്രാറ്റുറ്റി ഈ പറഞ്ഞ പെൻഷൻ കമ്പ്യൂട്ട് ചെയ്തതിന്റെ എക്സംപ്റ്റഡ് ലിമിറ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചു. ഇയാൾക്ക് കിട്ടിയ പെൻഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 36,000 എന്ന് പറഞ്ഞു. ഓക്കെ. ഇനി നോക്കാം, ഗ്രോസ് സാലറി ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇയാൾക്ക് കിട്ടിയ പെൻഷൻ എത്രയാണ്? അൺകമ്മ്യൂട്ടഡ് പെൻഷന് 9 മാസം 1000 വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഫുള്ളി ടാക്സിബിൾ ആണ്. അപ്പോൾ 9 × 1000 9,000. ഓക്കെ. ഇനി 1,000 ഇൻറ്റു 1/4 ഈസ് ഈക്വൽ ടു 250 വരും. ഇൻറ്റു 3 ആണ്. ഓക്കെ, ഇതെന്താ മനസ്സിലായോ? ഹലോ, ഈ ഒരു സംഭവം എന്താണെന്നുള്ളത് മനസ്സിലായോ? ഇല്ല. കേൾക്കുന്നുണ്ടോ? 9 മാസം അയാൾക്ക് ഫുൾ എമൗണ്ട് ഓഫ് പെൻഷൻ ഓരോ മാസം 1000 വെച്ച് കിട്ടി അല്ലേ? ഇനി ഈ 1000ന്റെ
3/4 എന്ത് ചെയ്തു? അയാൾ കമ്മ്യൂട്ട് ചെയ്തു. ബാക്കിയുള്ള 3 മാസത്തെ പെൻഷന്റെ 1000 വെച്ച് കിട്ടണേ എന്ത് ചെയ്തു? അത് കമ്മ്യൂട്ട് ചെയ്തിട്ട് അതിന്റെ 3/4 എന്ത് ചെയ്തു? അയാൾ കമ്മ്യൂട്ട് ചെയ്ത് വാങ്ങി അല്ലേ? ആ 3/4 പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ എത്ര ഉണ്ടാവുക? 4-3 പോയാൽ പിന്നെ അവിടെ 4-1 ഉണ്ടാവുള്ളൂ. ആ 4-1 പിന്നീട് അയാൾക്ക് എന്ത് ചെയ്യും? ഓരോ മാസത്തിൽ കിട്ടും. മനസ്സിലായല്ലോ? അതായത് ഇയാൾക്ക് ഓരോ മാസം കിട്ടിയിരുന്ന പെൻഷൻ എന്ന് പറഞ്ഞാൽ 1000 രൂപയായിരുന്നു. ഇനി അയാൾക്ക് കമ്മ്യൂട്ട് ചെയ്തതിന് ശേഷം അയാൾക്ക് ഇനി ഓരോ മാസവും എത്രയേ കിട്ടുള്ളൂ? 1000ന്റെ 4-1 കിട്ടുള്ളൂ. 4-3 അയാൾ എന്ത് ചെയ്തു? മൊത്തമായിട്ട് വാങ്ങി വെച്ചു അല്ലേ? ഇനി അയാൾക്ക് ഓരോ മാസവും എത്ര കിട്ടും? 4/1 ഭാഗം. അതായത് 1000ന്റെ 4/1 ഭാഗം എന്ന് പറഞ്ഞാൽ 280 ആണ്. ഇനി അയാൾക്ക് ഓരോ മാസവും അൺകമ്മ്യൂട്ടഡ് പെൻഷനായിട്ട് അയാൾക്ക് കിട്ടുക. അതാണ് 280. ഇനി ആ വർഷം അയാൾക്ക് കിട്ടാൻ പോകുന്ന പെൻഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ, ഡിസംബറിന് ശേഷം ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസം. ആ 3 മാസം അയാൾക്ക് ഇനി അൺകമ്മ്യൂട്ടഡ് പെൻഷനായിട്ട് കിട്ടുക എത്രയായിരിക്കും? 280 × 3. ഓരോ മാസവും 1/4 വെച്ചിട്ട് 780 അയാൾക്ക് കിട്ടുക. ഓക്കെ, ഇത് രണ്ടും നോക്കണം. അൺകമ്മ്യൂട്ടഡ് പെൻഷൻസ് ആണ്. ഇനി ഇയാൾക്ക് കമ്മ്യൂട്ടഡ് പെൻഷൻ കിട്ടിയിട്ടുണ്ടല്ലേ? കമ്മ്യൂട്ടഡ് പെൻഷൻ എത്രയാ? 36,000 ആണ് കിട്ടിയിട്ടുള്ളത്. ആ 36,000 ഫുൾ എമൗണ്ട് എന്തല്ല? ടാക്സബിൾ അല്ല. അതിന്റെ എക്സംഷൻ എമൗണ്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 16,000 ആണ്. ആ 16,000 മൈനസ് ചെയ്യാം. 36,000 16,000 മൈനസ് ചെയ്താൽ 20,000 എന്നാണ് നമുക്ക് ടാക്സബിൾ ആണ്. അതായത് 36 ആണ് കമ്മ്യൂട്ടഡ് വാല്യൂ പെൻഷൻ. അതിന്റെ എക്സംഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് 16,000. അത് മൈനസ് ചെയ്ത ബാലൻസ് എമൗണ്ട് എന്താണ്? അത് ടാക്സബിൾ ആണ്. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ ഗ്രോസ് സാലറി എന്ന് പറഞ്ഞാൽ ഇത് 3 പാട് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന 29,280 ആണ് നമ്മളുടെ ഇവിടുത്തെ ടാക്സബിൾ ഗ്രോസ് സാലറി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഇവിടെ ചെറിയ ഡൗട്ട് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് ഞാൻ ചോദിച്ചത്. പോയോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ, മനസ്സിലായ സംഭവം എങ്ങനെ ചെയ്യാന്നുള്ളത്?